യേശു കർത്താവിൽ സ്നേഹ ബഹുമാനപ്പെട്ട അഭിവന്യ പിതാക്കന്മാരെ, ബഹുമാനപ്പെട്ട മാത്യുസ്, ശ്രേഷ്ഠ പുരോഹിതരെ, പ്രിയമുള്ള മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, കൊച്ചുമക്കളെ, വളരെയേറെ സന്തോഷമുണ്ട് ഈ വലിയ കൺവെൻഷനിൽ കർത്താവിൻ്റെ വചനം പറയാൻ അവസരം കിട്ടിയതിൽ. ഷാലോം ടെലിവിഷനിൽ ഇപ്പോൾ കുറേ നാളായിട്ട് ഞാനില്ല. കാരണം സമയക്കുറവും ജീവിത വ്യഗ്രതയും ദൈവവചനത്തിന് പലപ്പോഴും കടിഞ്ഞാണിടും. ചെയ്യേണ്ട പ്രവർത്തികൾ മറന്ന്, നിയോഗങ്ങൾ വിസ്മരിച്ച്, പള്ളിപണിയും ഇടവക ഭരണവും ഒക്കെ ആയിട്ട് ജീവിക്കുന്ന കാലമാണ്. കുറച്ച് നാളായിട്ട് അതുകൊണ്ട് പ്രസംഗം പറയാനൊന്നും പോകാൻ പറ്റാറില്ല. കർത്താവിൻ്റെ വലിയ കാരുണ്യം കൊണ്ട് ഇപ്പോൾ ആയിരിക്കുന്ന ഇടവക ദേവാലയത്തിൽ നിന്ന് ട്രാൻസ്ഫർ കിട്ടിയേക്കാണ്. ഈ ഒരാഴ്ച കൂടി അവിടെ ഉള്ളൂ. ഇനി കൂടുതൽ തമ്പുരാൻ്റെ വചനം പറയാൻ സമയം കിട്ടും എന്നാണ് പ്രത്യാശ. ഷാജിയച്ചൻ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് എന്നോട് പറഞ്ഞു വെച്ചതാണ് ഇവിടെ വരണമെന്ന്. പക്ഷേ ഇത് ലോകത്തിൻ്റെ അതിർത്തി ആയിരിക്കുമെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. ഒത്തിരി ദൂരമുണ്ട് ഇങ്ങോട്ട്. ഞാൻ 11:30 ഇറങ്ങിയതാ. ഇവിടെ വന്നപ്പോഴേക്കും സൂര്യൻ അസ്തമിച്ചു പോയി. തിരിച്ചവിടെ ചെല്ലുമ്പോഴേക്കും നേരവും വെളുക്കും. ചോറുണ്ടിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞിട്ടുള്ളതൊരാശ്വാസം. എന്തായാലും ഇത്ര ദൂരെ വന്ന് നിങ്ങളെയൊക്കെ കാണാൻ പറ്റിയത് വലിയ സന്തോഷമാണ്. ധ്യാനത്തിൻ്റെ ആരംഭത്തിലെ ഞാൻ പറയുക, സ്വാഗതം പറഞ്ഞ പ്രിയപ്പെട്ട അച്ഛൻ പറഞ്ഞു, ഞാനൊരു ചാലക്കുടിക്കാരനാണ്. ചാലക്കുടിക്കാരുടെ ഭാഷയോട് നിങ്ങൾക്ക് വല്ലാത്ത പുച്ഛമാണെന്ന് എനിക്കറിയാം. ഞങ്ങളുടെ ഭാഷ അത്ര നല്ലതൊന്നുമല്ല. അച്ചടി ഭാഷയുടെ രാജാക്കന്മാരാണ് കോട്ടയത്തുകാർ. ഞങ്ങൾക്ക് അത്രയും സ്റ്റാൻഡേർഡ് ഇല്ല. അത് കാരണം എനിക്ക് വല്ലാത്ത പേടിയാണ് ദൂരെയൊക്കെ പോയി പ്രസംഗം പറയാൻ. കാരണം എൻ്റെ നാട്ടിലെ പരമപരിശുദ്ധമായ വാക്ക് ഇവിടെ ചിലപ്പോൾ പച്ചത്തെറിയായിരിക്കും. ഇവിടെ ഒന്നിനും കൊള്ളില്ലാത്ത വാക്ക് അവിടെ സുഹൃതജപമായിരിക്കും. അങ്ങനൊരു പ്രശ്നമുണ്ട്. അത് കാരണം ഞാനൊരു മുൻകൂർ ജാമ്യം എടുക്കുകയാണ്. ഏതെങ്കിലും കാരണവശാൽ എന്തെങ്കിലും അബദ്ധം ഈ പാവത്തിന് പറ്റിയ കുറേ ദൂരം നിന്ന് വരണതാണ്, വിടാണ്ടിരിക്കരുത്. പ്രായമായ ഒരു അച്ഛനല്ലേ എന്നോർത്ത് ക്ഷമിച്ചേക്കണം. പണ്ടൊരു സ്ഥലത്ത് പ്രഭാഷണത്തിന് പോയി പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഒരു അമ്മച്ചി എന്നോട് പറഞ്ഞതാ, അച്ഛാ നാളെ തന്നെ പോയി കുമ്പസാരിക്കണം. എന്നാ പറ്റി? എന്നാ ചീത്തയൊക്കെ അച്ഛൻ പറഞ്ഞു വിട്ടി. ഇതൊക്കെ എൻ്റെ ചെവി കേട്ടു. നാളെ കുർബാന സ്വീകരിക്കാൻ പറ്റുകയില്ല. അത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനായി. അത് പിന്നെ എവിടെ ചെന്നാലും ഞാൻ പറയും, അറിഞ്ഞുകൊണ്ട് പറ്റുന്ന ഒരു അബദ്ധമല്ല, വിവരമില്ലായ്മയും വിവേകക്കുറവാണെന്ന് വിചാരിച്ചാൽ മതി, ക്ഷമിക്കണം എന്ന് പറയാറുണ്ട്. വാത്സല്യമുള്ളവരെ, കർത്താവിൻ്റെ പീഡാനുഭവ മരണ ഉദ്ധാനങ്ങളെ സ്മരിക്കുന്ന നോമ്പുകാലം ആരംഭിച്ചു. കർത്താവിൻ്റെ വിശുദ്ധ കുരിശ് പുതിയ രൂപത്തിലും ഭാവത്തിലും ജീവിതത്തിലേക്ക് അവതരിക്കുന്ന ദിവസങ്ങളാണിത്. വന്യപിതാവ് ആമുഖ പ്രഭാഷണത്തിൽ ഉദ്ഘാടന വേളയിൽ പറഞ്ഞത് ഞാൻ ഓർക്കുക. ഇപ്പോൾ നമ്മിൽ കർത്താവുണ്ട്. നടപടി പുസ്തകത്തിൽ മനോഹരമായൊരു വചനം, ശമയോനും മറ്റ് അപ്പസ്തോലന്മാരും നടന്നു പോവണ വഴിയിൽ, വായിച്ചിട്ടില്ലേ നടപടി പുസ്തകം? അവരുടെ നിഴലെങ്കിലും വീഴാൻ അവർ രോഗികളെ കൊണ്ടുവന്ന് കിടത്തി. വായിക്കുമ്പോൾ എനിക്ക് കുളിര് കോരും. സത്യവേദ പുസ്തകത്തിൽ ഒരിടത്തും പറഞ്ഞിട്ടില്ല കർത്താവിൻ്റെ നിഴല് വീണ് ആരെങ്കിലും രക്ഷപ്പെട്ടു എന്ന്. അവൻ തൊട്ടും അവനെ തൊട്ടും പലരും പലതും കൈപ്പറ്റിയിട്ടുണ്ട്. പക്ഷെ തമ്പുരാൻ കർത്താവിൻ്റെ നിഴല് വീണ് ഒരുത്തം പോലും സൗഖ്യപ്പെട്ടതായി സുവിശേഷത്തിലില്ല. പക്ഷെ നടപടി പുസ്തകം പറയണു
ശമയോന്റെ നിഴലെങ്കിലും വീണ് സൗഖ്യപ്പെടാൻ ആളുകൾ രോഗികളെ കൊണ്ടുവന്ന് വഴിയറമ്പിൽ കിടത്തിയത്രേ. ഭയാനകമാണ് ഈ സങ്കല്പം. പിതാവ് പറയുമായിരുന്നു, നിന്റെ ഉള്ളില് ക്രിസ്തു ഉണ്ട്. അതിനപ്പുറത്താണ് ലൂക്ക എഴുതുക നടപടി പുസ്തകത്തിൽ, എൻ്റെ നിഴലില് പോലും കർത്താവുണ്ട്, നിഴലില് പോലും ഉണ്ട്. ശമയോൻ പറഞ്ഞു, സ്വർണോ വെള്ളിയോ എൻ്റെ കയ്യിലില്ല, സ്വർണമോ വെള്ളിയോ എൻ്റെ കയ്യിലില്ല, എനിക്കുള്ളത് ഞാൻ നിനക്ക് തരണു. നെഞ്ചിൽ നിറയെ ക്രിസ്തു ഉണ്ട്, അവന്റെ പരിശുദ്ധ നാമത്തിൽ എഴുന്നേറ്റ് നടക്കുക. ഇപ്പൊ ഞങ്ങളുടെ അച്ഛന്മാരുടെ കുഴപ്പം, ഇവിടെ ഇരിക്കുന്നവരുടെ അല്ലാട്ടോ, ഞാൻ എൻ്റെ വിള കുത്തണതാണ്. കർത്താവേ, ഞങ്ങളുടെ കയ്യിൽ സ്വർണവും വെള്ളിയുള്ളൂ, കർത്താവ് കുറവാ. എൻ്റെ കയ്യിൽ സ്വർണ്ണവും ഇല്ല വെള്ളിയില്ല, പക്ഷെ ചങ്ക് നിറച്ച് ക്രിസ്തു ഉണ്ട്, അവന്റെ പരിശുദ്ധ നാമത്തിൽ നീ എഴുന്നേറ്റ് നടക്കുക. അവൻ തുമ്പി പോലെ തുള്ളിപ്പോയെന്ന് നടപടി. ഈ നോമ്പുകാലം പിതാവ് പറഞ്ഞ പോലെ ഒരു രൂപാന്തരീകരണത്തിന്റെ കാലഘട്ടമാണ്. രൂപാന്തരപ്പെടാൻ, കർത്താവിൻ്റെ സഹനമരണ ഉത്ഥാനങ്ങളെ ധ്യാനിച്ച് എന്നിൽ വസിക്കുന്ന, എന്നിൽ ജീവിക്കുന്ന ക്രിസ്തുവിനെ ഉപാസിച്ച് കണ്ടെത്തി അവനിൽ ജീവിച്ച് അവരനിൽ പിതാവ് പറഞ്ഞ പോലെ അവനെ ദർശിച്ച് സ്വർഗം നേടാനുള്ള കാലമാണ് നോമ്പുകാലം. പ്രിയപ്പെട്ടവരെ, നോമ്പുകാലത്തിൻ്റെ ഏറ്റവും മനോഹരമായ സങ്കല്പം ത്യാഗത്തിൻ്റെ, സഹനത്തിൻ്റെ സങ്കല്പമാണ്. സഹനത്തിൽ സ്നേഹം നിറയുമ്പോൾ, സഹനം സ്നേഹം കൊണ്ട് സ്നാനം ചെയ്യപ്പെടുമ്പോൾ, കുളിക്കുമ്പോൾ അത് രക്ഷാകരമാകുന്നു എന്ന് പഠിപ്പിച്ച ഗുരുവാണ് നമ്മുടെ കർത്താവ്. ചുമ്മാ സഹിച്ചിട്ട് കാര്യമൊന്നുമില്ല. പ്രിയപ്പെട്ടവരോടുള്ള സ്നേഹത്തിൻ്റെ സമൃദ്ധിയിൽ, ഏൽപ്പിക്കപ്പെട്ടവരോടുള്ള ഉത്തരവാദിത്വത്തിൻ്റെ നിറവിൽ ഓരോ മാതാപിതാക്കളും മക്കളും സഹോദരങ്ങളും കൂടപ്പിറപ്പുകളും കർത്താവിൻ്റെ നോമ്പിൻ്റെ ചൈതന്യത്തിൽ ജീവിക്കാൻ ശ്രമിക്കുമ്പോൾ ആ ത്യാഗ വഴികളൊക്കെ സ്വർഗത്തിലേക്കുള്ള ഊടുവഴികളും പെരുവഴികളുമാകുന്നുവെന്ന് ക്രിസ്തുവിൻ്റെ കുരിശ് മരണം നമ്മെ ഓർമ്മപ്പെടുത്തും. കർത്താവിൻ്റെ കുരിശ് നമ്മുടെ മുമ്പിൽ വയ്ക്കുന്ന ചിന്ത അതാണ്. ഐ ആസ്ക് ജീസസ്, ഹൗ മച്ച് ഡു യു ലവ് മീ? ഞാൻ എൻ്റെ കർത്താവിനോട് ചോദിച്ചു, എത്രമാത്രം നിനക്ക് എന്നെ ഇഷ്ടമാണ്. പലയിടത്തും എഴുതി വെച്ചിട്ടുള്ളത് നമ്മൾ വായിച്ചിട്ടുണ്ട്. I asked Jesus, how much do you love me? He said this much, and then he stretched out his hands and died. കൈ വിരിച്ചു പിടിച്ച് മരിച്ചുകൊണ്ട് അവൻ പറഞ്ഞു, ഇത്രമാത്രം എനിക്ക് നിന്നെ ഇഷ്ടമാണ്. കൈ വിരിച്ചു പിടിച്ച് മരിച്ചുകൊണ്ടാണ് എൻ്റെ തമ്പുരാൻ എന്നോട് പറഞ്ഞത്, ദാ ഇത്രയും എനിക്ക് നിന്നെ ഇഷ്ടമാണ്. അവൻ്റെ കുരിശ് എന്നോട് പറയുന്നത് അവൻ്റെ സ്നേഹത്തിൻ്റെ സമൃദ്ധിയെക്കുറിച്ച്, എന്നോടുള്ള സ്നേഹത്തെ പ്രതി, പ്രതിബദ്ധതയെ പ്രതി അവൻ ഏറ്റെടുത്ത കഠോരമായ വേദനകളെക്കുറിച്ച് അത് ധ്യാനിക്കുന്ന കാലഘട്ടമാണ് നോമ്പുകാലം. തുടങ്ങിയിട്ടേ ഉള്ളൂ. തുടക്കത്തിൽ തന്നെ ഇത്തരമൊരു വചനവേദി നിങ്ങൾക്കൊരുങ്ങിക്കിട്ടണത് ആത്മാവിൻ്റെ വലിയൊരു കൃപയായി കാണണമെന്ന് ഓർമ്മിപ്പിക്കട്ടെ. എന്താണ് ജീവിതം എന്ന ചോദ്യത്തിന് ക്രിസ്തുവിന് ഒറ്റ ഉത്തരവേ ഉള്ളൂ. വാട്ട്സ് ലൈഫ് ആഫ്റ്റർ ഓൾ? എന്താണ് ജീവിതം? ക്രിസ്തു പറയും, സഹനമാണ് ജീവിതം. ഏതർത്ഥത്തിൽ? എല്ലാ അർത്ഥത്തിലും. മറ്റൊരു നിർവചനവും ക്രിസ്തു ജീവിതത്തിന് നൽകണില്ല എന്ന് വിശ്വസിക്കുന്നവനാണ് ഞാൻ. ഇതെന്റെ വ്യക്തിപരമായ അഭിപ്രായമായി കരുതിയാലും വിരോധമില്ല. എന്താണ് ജീവിതം? സഹനമാണ് ജീവിതം. സന്തോഷത്തിന്റെ, സുഖത്തിന്റെ സമൃദ്ധി ഏതെങ്കിലുമൊക്കെ നിമിഷാർദ്ധങ്ങളിൽ നിനക്ക് വീണ് കിട്ടുന്നുണ്ടെങ്കിൽ അതിന് കാരണം നിന്റെ ജീവിതത്തിന്റെ വേദനയുടെ വഴികൾ ഉത്സവങ്ങളാക്കി നീ മാറ്റിയത് കൊണ്ട് മാത്രം. ജീവിതം എന്താണെന്ന് ചോദിച്ചാൽ അത് സഹനമാണ്. സഹനമെന്ന 3 അക്ഷരം കൊണ്ട് ജീവിത സത്യത്തെ മുഴുവനായും വ്യാഖ്യാനിക്കാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ ഗുരു എന്നെ പഠിപ്പിക്കുന്നു. അവൻ്റെ മനുഷ്യാവതാരത്തിൻ്റെ ആദ്യ മുഹൂർത്തം മുതൽ അവൻ്റെ സ്വർഗാരോപണത്തിൻ്റെ അവസാന നിമിഷം വരെ അവൻ എന്നോട് ചൊല്ലുന്നത് സഹനത്തെക്കുറിച്ചാണ്. ക്രിസ്തുവിൻ്റെ സഹനം പീഡാനുഭവ വാരത്തിൽ മാത്രം അനുസ്മരിക്കപ്പെടേണ്ട ഒരു യാഥാർത്ഥ്യമല്ലെന്ന് നമുക്കറിയാം.
ക്രിസ്തുവിന്റെ സഹനം, പാഷൻ ഓഫ് ജീസസ് എന്ന ഒറ്റ സിനിമ കൊണ്ട് വിവരിക്കാനാവുന്ന ഒരു യാഥാർത്ഥ്യമല്ലെന്ന് നമുക്കറിയാം. മനുഷ്യാവതാര രഹസ്യത്തിന്റെ ആരംഭ നിമിഷം മുതൽ അവന്റെ സ്വർഗാരോഹണത്തിന്റെ അവസാന മുഹൂർത്തം വരെ ലോകത്തിന്റെ മുമ്പിൽ വെളിപ്പെട്ട് കിട്ടുന്ന നഗ്ന സത്യമാണ് ക്രിസ്തുവിന്റെ സഹനം. പ്രിയപ്പെട്ടവരെ, ജീവിതം സഹനമാണ്. കർത്താവ് പഠിപ്പിക്കും. സഹിക്കാത്തവരായിട്ട് ഈ ലോകത്ത് ആരുമില്ല. ആരെങ്കിലും ഉണ്ടോ? ഐ ഡോണ്ട് തിങ്ക്. എല്ലാവരും സഹിക്കുന്നുണ്ട്. മാതാപിതാക്കൾ സഹിക്കുന്നുണ്ട്, മക്കൾ സഹിക്കുന്നുണ്ട്, അധ്യാപകർ സഹിക്കുന്നുണ്ട്, വിദ്യാർത്ഥികൾ സഹിക്കുന്നുണ്ട്, അച്ഛന്മാര് സഹിക്കുന്നുണ്ട്, സിസ്റ്റർമാര് സഹിക്കുന്നുണ്ട്, ഇടവകക്കാര് സഹിക്കുന്നുണ്ട്, വികാരി അച്ഛന്മാര് സഹിക്കുന്നുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കൊണ്ടും കൊടുത്തും നമ്മൾ വാങ്ങുന്നതും വിൽക്കുന്നതും സഹനമാണെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പന്മാര് പറഞ്ഞു, എൻ്റെ അപ്പൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്, എന്തിനാടാ മോനെ നിനക്കൊക്കെ തീറ്റാരനെ. ചില നേരത്തെ അപ്പം പറയണതാ. ഇങ്ങനെ പറയണ കാരണവന്മാരുണ്ട്. നിനക്കൊക്കെ തീറ്റ തരണ നേരം 4 വാഴ വെച്ചെങ്കിൽ 100 പുണ്യം കിട്ടിയാനെ. മാതാപിതാക്കളും മക്കളെ കുറിച്ച് പറയും. ഇവിടെ ഇരിക്കുന്ന മക്കൾ പലരും ഇത് കേട്ടിട്ടുണ്ട്, അത് സ്വന്തം മക്കളോട് ആവർത്തിച്ചിട്ടുണ്ട്. ഇഷ്ടംപോലെ കാരണവന്മാര്. എൻ്റെ പൊന്നച്ചോ 4-5 നേരം തീറ്റ കൊടുക്കുന്നുണ്ട്. പഠിക്കാനുള്ള സകലമാന പടക്കോപ്പുകളും ഒരുക്കി കൊടുക്കുന്നുണ്ട്. പള്ളി കൊണ്ടുപോകുന്നുണ്ട്, ചൊല്ലുവിളി പഠിപ്പിക്കുന്നുണ്ട്, അനുസരണം അഭ്യസിപ്പിക്കുന്നുണ്ട്. ഇതൊക്കെ ചെയ്തിട്ടും ചില നേരത്ത് ഇങ്ങോട്ട് വിളിക്കുമ്പോൾ അങ്ങോട്ട് പോണാണുമ്പോ ഭർത്താവെ മൂർച്ചയുള്ള കത്തിയില്ലാണ്ട് പോയില്ലോ കുടുംബത്ത് തോന്നാറുണ്ട്. ഇതെന്തിനാ ഇതിനൊക്കെ കൊണ്ടു നടക്കണം. ചില കാരണവന്മാര് പറയും, മാതാപിതാക്കൾ മക്കളെ സഹിക്കുന്നുണ്ട്. മാതാപിതാക്കൾ മക്കളെ സഹിക്കുന്നുണ്ട്, മാതാപിതാക്കൾ മക്കൾക്ക് വേണ്ടി സഹിക്കുന്നുണ്ട്. രണ്ടും സഹനം തന്നെയാണ്. 2 തലമുണ്ട് ഇതിന്. മാതാപിതാക്കൾ മക്കളെ സഹിക്കുന്നു, അതാണ് ആദ്യം പറഞ്ഞത്. മാതാപിതാക്കൾ മക്കൾക്ക് വേണ്ടി സഹിക്കണം. ഇറ്റ്സ് ക്വൈറ്റ് ഡിഫറെന്റ്. പ്രിയപ്പെട്ട മക്കൾക്ക് വേണ്ടി ജീവിതത്തിന്റെ വിലപ്പെട്ടത് പലതും മാറ്റിവെക്കുന്ന എത്രയോ അപ്പച്ചന്മാരും അമ്മച്ചിമാരുണ്ട്. വിലപ്പെട്ടത് പലതും ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്. ചില അപ്പച്ചന്മാര് വന്നിട്ട് പറയും, അച്ഛാ ഞാൻ സ്മോൾ അടിക്കുമെന്ന് അച്ഛനറിയാല. ഞാൻ പറയും, എനിക്കറിയാം. ഇടവക വികാരി അച്ഛനാവുമ്പോൾ ഇതൊക്കെ കാണണം, കേൾക്കണം. ഞാൻ സ്മോൾ അടിക്കുമെന്ന് അച്ഛനറിയാല, എനിക്കറിയാം. ഞാൻ എന്തോരം കഷ്ടപ്പെട്ട കുടിക്കണമെന്ന് അച്ഛൻ വല്ലപ്പോഴും പറഞ്ഞു. എനിക്ക് ആകെ അടി കിട്ടിയ പോലെ ഒരു ദിവസം ഒരു കാരണവർ ഇത് പറഞ്ഞപ്പോ, കഷ്ടപ്പെട്ട് എങ്ങനെയാ ചേട്ടാ കുടിക്കണേ എനിക്ക് അറിഞ്ഞൂടാ. അപ്പൊ അയാൾ പറയും, അച്ഛാ എനിക്ക് പീറ്റേഴ്സ് കോട്ടൺ ഇഷ്ടം, ജോണി വാക്കറോ ബ്ലാക്ക് ലേബലോ റെഡ് ലേബലോ ഒക്കെ കിട്ടിയ വളരെ സന്തോഷ. പക്ഷെ ഞാൻ കുടിക്കണത് പട്ടച്ചാരായ. എന്താന്ന് അച്ഛൻ അറിയാമോ? എനിക്ക് അറിഞ്ഞൂടാ. നിങ്ങൾ അച്ഛന്മാര് കുടിക്കരുതെന്ന് പറഞ്ഞുകൊണ്ട് നടക്കുള്ളൂ. എന്തോരം ദണ്ണിച്ചാ കുടിക്കണേന്ന് ചിന്തിക്കേണ്ട കാര്യം നിങ്ങൾക്കില്ല. ഞാൻ ചേട്ടനോട് ചോദിച്ചു, ചേട്ടാ ഈ ദണ്ണം എനിക്ക് മനസ്സിലാവണില്ല. അച്ഛനത് തിരിച്ചറിയും. കൊച്ചിന് ഫീസ് കൊടുക്കാനാ ഞാൻ ചാരായം കുടിക്കണേ. കെട്ടിയോളെ ആശുപത്രി കൊണ്ടുപോകാനാ ഞാൻ ഈ ഒന്നിനും കൊള്ളൂല്ലാത്ത ടാറ് പോലെ ഇരിക്കണ സ്മോൾ കഴിക്കണേ. എനിക്ക് വലുതൊക്കെ വളരെ ഇഷ്ടമാണ്. ചില ചേട്ടന്മാര് പറയും, ഞാൻ വീടി വലിക്കുമെന്ന് അച്ഛനറിയാല, ഞാൻ വെള്ളക്കാജിയ വലിക്കണമെന്ന് അച്ഛൻ വല്ലപ്പോഴും ചിന്തിച്ചിട്ടുണ്ടാ? എന്തോരം ത്യാഗം ഞാൻ ചെയ്യുന്നുണ്ട്. കാര്യം അപ്പം പറയണത് ശരിയാ, വലിയൊരു ത്യാഗമാണ് അപ്പൻ്റെ, വലിയൊരു ത്യാഗ. മാതാപിതാക്കൾ ജീവിതത്തിൽ ഇഷ്ടപ്പെട്ടത് പലതും. ചില അമ്മച്ചിമാര് പറയും, അച്ഛൻ എനിക്ക് എന്ത് പ്രായമുണ്ടെന്ന് അച്ഛനറിയാം. ഞാൻ പറയും, അമ്മ വല്ല 10, 45, 50 50 വയസ്സ് 58. കണ്ടാ പറയില്ലട്ടാ, കണ്ടാ പറയില്ല എന്ന് എനിക്കറിയാം. ചേച്ചി പറയും, കണ്ടാ പറയില്ല എന്ന് എനിക്കറിയാച്ചാ. ഞാൻ എന്തോരം ആഗ്രഹങ്ങൾ മനസ്സിൽ ഒതുക്കിയിട്ടാ ജീവിക്കണമെന്നറിയാം. ചില ചേച്ചിമാര് പറയും, എന്തോരം ആഗ്രഹങ്ങൾ. ഞാൻ ചോദിക്കും, ഈ 58 വയസ്സിൽ ഇനി എന്താ ആഗ്രഹം അമ്മ ബാക്കിയുള്ളത്? പക്ഷെ ഞാനൊരു പെണ്ണല്ലേ, എന്തോരം നാളായി ഈ സാരി ഉടുത്തോണ്ട് നടക്കും. ഒരു ചുരിദാറിടണമെന്ന് മോഹിക്കുന്നത് മോശമാ. ഒരു നല്ല ചുരിദാറോ ഒരു സെറ്റുമുണ്ടോ ഒരു കേരള സാരിയോ ഒക്കെ ഉടുത്ത് ഒരു ഇത്തിരി പൊട്ടിയും ഒരു തരി ഫേഷ്യലും ഒരു തരി ചാപ്സ്റ്റിക്കോ ലിപ്സ്റ്റിക്കോ ഒക്കെ തേച്ച് ഒന്ന് പള്ളിയിൽ പോകണമെന്ന് മോഹം ഇല്ലാഞ്ഞിട്ടല്ലച്ചാ. കൊച്ചനെ കെട്ടിക്കാൻ പ്രായമായി. ഞാനിങ്ങനെ കൺട്രോൾ ചെയ്ത് ജീവിക്കുക. അങ്ങനെ ജീവിക്കുന്ന അമ്മച്ചിമാരുണ്ട് 58 ഇവിടെ ഇങ്ങനെയാന്ന് എനിക്ക് അറിഞ്ഞൂടാ. എൻ്റെ അമ്മേനെ എനിക്കറിയാം. അമ്മ ആൾ അതിബുദ്ധിമതിയാ. അമ്മ ഞാൻ കണ്ടിട്ടുണ്ട്, വീട്ടിൽ കറിയൊക്കെ വെച്ച് കഴിയുമ്പോൾ
അമ്മ നല്ലതൊന്നും തിന്നണം ഞാൻ കണ്ടിട്ടില്ല. നമ്മുടെ വീട്ടിൽ അങ്ങനെ ചില അമ്മച്ചിമാരുണ്ട്. പോർക്കിറച്ചിയൊക്കെ വെച്ച് കഴിഞ്ഞാൽ തൊലിപ്പുറമൊക്കെ അമ്മ തിന്നും, ഉള്ളറിച്ച് മക്കൾക്ക് കൊടുക്കും. വെറുതെ അല്ല, ഇവളിങ്ങനെ പൊട്ടുരുളി പണയം വെച്ചോണം സൈഡ് വഴി വീർത്ത് വീർത്ത് വന്നിട്ടുണ്ട്. വേസ്റ്റാണ് തിന്നണേന്നാണ് പറയണേ. അങ്ങനെയാണ് അമ്മ വീട്ടിൽ ഈ കറിയൊക്കെ പാകപ്പെടുത്തി കഴിയുമ്പോൾ കണ്ടിട്ടുണ്ട് ഞാൻ. അമ്മ പെട്ടെന്ന് ഈ മുട്ടയൊക്കെ പൊരിച്ച് കഴിയുമ്പോൾ എനിക്ക് പറയാൻ പേടിയാ, ചില വാക്കുകളൊക്കെ സൂക്ഷിക്കണം ഈ കറിയായിട്ട് ബന്ധപ്പെട്ട്. എന്താ പറയുക, ഈ കായൊക്കെ വാക്ക് പറയാൻ പേടിയാ. അവസാനത്തെ പാകപ്പെടുത്തലൊക്കെ കഴിഞ്ഞിട്ട് അമ്മ അതൊക്കെ കൂടി തടുത്തു കൂട്ടി ഒരു പാത്രത്തിലേക്ക് മാറ്റും. അത് കഴിയുമ്പോൾ അമ്മയുടെ ഒരു പ്രത്യേക സാധനമുണ്ട്. അമ്മ ആ പാത്രത്തിലേക്ക് 2 വറ്റ് ചോറിട്ട് ഒരു പിടുത്തം പിടിക്കും. അമ്മ അതാണ് തിന്നണേ. നമുക്ക് നല്ലത് മുട്ട പൊരിച്ചാലും അങ്ങനെയാണ്. അമ്മ പൊരിച്ച മുട്ട എടുത്ത് നമ്മുടെ പാത്രത്തിലേക്ക് അൺലോഡ് ചെയ്ത് നോക്കൂല, പോലും മേടിക്കില്ല. അതിനകത്തേക്ക് ബാക്കി 2 വറ്റ് ചോറിട്ട് ഒരു പിടുത്തം പിടിച്ച അമ്മ തിന്നും. നമ്മൾ നോക്കുമ്പോൾ അമ്മ കറിയൊന്നും തിന്നണമില്ല, ആരോഗ്യത്തിനൊരു കുറവുമില്ല. ഈ അടുത്ത കാലത്താണ് എനിക്ക് മനസ്സിലായത് ഈ സാധനത്തിന് ഏറ്റവും ടേസ്റ്റ് അതേന്നേ. ഇതറിഞ്ഞ പിന്നെ അമ്മോട് ഞാൻ പറയും, അമ്മ കളി എൻ്റെ അടുത്ത് വേണ്ട, എനിക്ക് ചട്ടി തന്നാൽ മതി. അമ്മ നല്ലത് തിന്നും. അമ്മ വളരെ ജാഗ്രതയില്ല. അമ്മച്ചിമാര് എന്ത് ത്യാഗം ചെയ്യണുണ്ടെന്നറിയോ. ഞാൻ ഈ അമ്മയുടെ സഹനത്തെ കുറിച്ച് പറയുമ്പോൾ സാധാരണ പറയാറുണ്ട്, നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടാവും, ടി വിയിലും പറഞ്ഞിട്ടുണ്ടെന്നാണ് എൻ്റെ ഓർമ്മ. അമ്മ ഈ മീൻകറി വെക്കുമല്ലോ, ഇവിടെ മീൻകറി ഉണ്ടല്ലോ അല്ലേ, ഞാൻ വരണ വഴിക്ക് മുഴുവനും മീനാണ്. ആലപ്പുഴ റൂട്ടിൽ ദൈവമേ, വണ്ടി തന്നെ ബ്രേക്ക് ആവാതിരുന്നത് ഭാഗ്യം. എന്തോരം മീന വഴിയിൽ മുഴുവനും, കോഴി വെട്ട്, താറാവ് വെട്ട്. ഞാൻ മനസ്സിലോർത്ത് ഇവിടെ ഉള്ളവരൊക്കെ തിന്നു ചാവാൻ തീരുമാനം എടുത്തിട്ടുണ്ടാവും. എല്ലായിടത്തും റോട്ടിൽ നിറയെ മീനും നാടൻ താറാവും, താറാവ് മുട്ടയും, വേറൊരു സാധനവും ഇല്ല. മീൻകറി വെച്ച് കഴിയുമ്പോൾ അമ്മ ചെയ്യണൊരു പരിപാടി ഇവിടെ എങ്ങനെയാണാവോ. മീൻകറി വെച്ച് കഴിഞ്ഞിട്ട് എന്താ ഇതിനെ പറയാ, നല്ല ചാറിൽ കറി വെച്ചിട്ട്, നോമ്പ് കാലാണ് ക്ഷമിക്കണം കേട്ടോ, ഇതൊരു ത്യാഗാവട്ടെ. കറി വെച്ച് കഴിയുമ്പോൾ അമ്മ ഈ ഉള്ളിയൊക്കെ കുരുന്ന് അരിഞ്ഞ് വെളിച്ചെണ്ണയിലിട്ട് കളറൊക്കെ മാറ്റി ഈ കറിക്കലത്തിൻ്റെ പുറത്ത് ഭൂപടം വരയ്ക്കണ ഒരു പരിപാടി ഉണ്ട്. ഇവിടെ ഉണ്ടത് ഉണ്ടോ? എന്തെന്നെ പറയാ, കടുക് വറക്കണം. ഓരോ സ്ഥലത്തും ഓരോ തരം ഉണ്ടാ. ഇവിടെ കടുക് വറക്കല്, ഞങ്ങളുടെ നാട്ടിൽ പറയണ കേട്ടാ നിങ്ങളെന്നെ കൊല്ലും. അവിടെ പറയണത് മൂപ്പിക്കാന്നാണ്. തൃശ്ശൂർ അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ കാച്ചും, കറി കാച്ചാന്ന് പറയും. ചിലര് മൂപ്പിക്കും, ചിലര് കടുക് പൊട്ടിക്കും, വേറെ ചിലര് കടുക് വറക്കും. സംഗതിയൊക്കെ ഒന്ന് തന്നെ. അമ്മയുടെ അവസാനത്തെ മിനുക്ക് പണിയാണത്. ഗംഭീര പരിപാടിയാ. അത് അങ്ങോട്ട് ഈ സാധനം കളറ് മാറ്റി എന്നിട്ട് കടുക് വറക്കല്. കടുകൊന്നും ഞാൻ കണ്ടിട്ടില്ല ആ നേരത്ത്. ഇതതിൻ്റെ മുകളിൽ അങ്ങോട്ട് ഒഴിക്കുമ്പോൾ ശീന്നൊരു ഒച്ചയുണ്ടാവും, ഒരു ഭയാനക മണവും വരും. ഈ മണം വന്നാൽ പിന്നെ വിശപ്പില്ലാത്തവർ വളരെ അപൂർവമുള്ളൂ. എനിക്കത് കിട്ടിയ അപ്പ ചോറ് വിളമ്പണം. പ്രത്യേകിച്ച് നല്ല മീൻകറിയൊക്കെ ആണെങ്കിൽ നമ്മുടെ സപ്ത നാടിയും തളരും. ഈ പരിപാടി കഴിയുമ്പോൾ അമ്മ മീൻകറിക്ക് ഉപ്പ് നോക്കണുണ്ട്. ഇങ്ങോട്ടുണ്ടാ ഇവിടെ എങ്ങനെയാണാവോ അമ്മ ഉപ്പ് നോക്കും. എങ്ങനെയാ അമ്മ ഉപ്പ് നോക്കണേ? എൻ്റെ അമ്മേനെ എനിക്കറിയാം. അവള് ഈ വലത്തെ കയ്യിലിരിക്കുന്ന കയ്യിലുകൊണ്ട് ഈ ഉള്ളിക്കഷ്ണമൊക്കെ തടുത്തൊരു സൈഡിലേക്ക് മാറ്റും. എന്നിട്ട് അടുത്ത ഭാഗത്തൊരു ഗ്യാപ്പ് ഉണ്ടാക്കും. എന്നിട്ട് അതേൽ ഈ കയ്യിൽ കോരിയൊന്നും എടുക്കൂല പാവം, വെറുതെ കുത്തി അങ്ങ് പോക്കുള്ളൂ. എന്നിട്ട് ഇടത്തെ കയ്യിലൊരു വെട്ട് വെട്ടണാണ് അമ്മ. അമ്മയ്ക്ക് ഒരു തുള്ളി ചാറ് കിട്ടും. അത് നക്കി നോക്കി അമ്മ കറിക്കലത്തിലെ ഉപ്പറിയും. എനിക്ക് ലോകാത്ഭുതങ്ങളിൽ ഒന്നാ. വല്ലാത്തൊരു കഴിവ് അമ്മയ്ക്ക്. എന്ത് ജാഗ്രതയോടെ അമ്മ ഉപ്പ് നോക്കണേന്നറിയും. വളരെ കെയർഫുൾ അമ്മ. അമ്മയ്ക്ക് എന്താ, ഒരു കഷ്ണം എടുത്ത് ഉപ്പ് വയ്ക്കാൽ ആരെങ്കിലും അമ്മേനെ സമൻസ് അയക്കുമോ? അമ്മയ്ക്ക് ആരെങ്കിലും അമ്മേനെ വഴക്ക് പറയോ? മീൻ മേടിച്ചത് അമ്മയാണ് അല്ലേ, മീൻ വാങ്ങിച്ചത് അമ്മയാണ്. അതിൻ്റെ ചെതമ്പലൊക്കെ ചെത്തി ഉള്ളിലുള്ളതൊക്കെ പുറത്താക്കി വൃത്തിയാക്കിയത് അമ്മയാണ്. തലങ്ങനെയും വിലങ്ങനെയും ഒക്കെ കത്തി കൊണ്ട് വരഞ്ഞ് ദ്വാരം ഇട്ടത് അമ്മയാണ് അല്ലെ. മീൻ്റെ മേത്ത് നിറയെ മുറിവ. അതിൻ്റെ ഉള്ളിൽ ഈ മുളക് മഞ്ഞൾ മല്ലിയൊക്കെ കൂട്ടി തിരുമ്മി കുത്തി കയറ്റി ഓട്ടയൊക്കെ അടച്ച് പാക്ക് ചെയ്ത് ഡ്രസ്സ് ചെയ്തത് അമ്മയാ. തേങ്ങ ഇട്ടത് ആരണാവോ? പൊതിച്ചത് അമ്മയാ. അത് ചിരണ്ടി പിഴിഞ്ഞ് ചാറുണ്ടാക്കിയത് അമ്മയാ.
1 2 3 4 എന്ന് നമ്പർ ഇട്ടതും അമ്മയാ. നമ്പറൊക്കെ ഉണ്ട്. അത് മാറി മാറി ചേർത്ത് ചാറുണ്ടാക്കിയതും അമ്മയാ. ഉള്ളി അരിഞ്ഞത് അമ്മയാണ്, കളറ് മാറ്റിയത് അമ്മയാണ്, ഭൂപടം വരച്ച് ഒച്ചയുണ്ടാക്കിയതും അമ്മയാണ്. അമ്മയ്ക്ക് എന്തുകൊണ്ടാ ഒരു കഷ്ണം എടുത്ത് ഉപ്പ് നോക്കിയാ കുഴപ്പം? എന്താ അമ്മ നോക്കാത്തെ? അമ്മ വളരെ ജാഗ്രതയിലാ, അവള് വളരെ ശ്രദ്ധാലുവാ. വലത്തെ കയ്യിലിരിക്കണ കയ്യിൽ കൊണ്ട് ഉള്ളി കഷ്ണങ്ങളൊക്കെ തെക്കി മാറ്റി ഇടത്ത് ഭാഗത്തൊരു ഗ്യാപ്പ് ഉണ്ടാക്കി അതേൽ കയ്യിൽ കുത്തിപ്പൊക്കി ഇടത്തെ കയ്യിലൊരു വെട്ടി ഒരു തുള്ളി പൊക്കി പിന്നെ എന്നെ നക്കി നോക്കി അമ്മ കറിക്കാലത്തിലെ ഉപ്പറിയും. അമ്മ ത്യാഗം ചെയ്യുന്ന അമ്മയാ. അങ്ങനെ ഒരു അമ്മ മുമ്പൊക്കെ ഉണ്ട്. ത്യാഗം ചെയ്യുന്ന അമ്മ മക്കൾക്ക് വേണ്ടി ഇഷ്ടമുള്ളത് പലതും മാറ്റിവെക്കുന്ന മാതാപിതാക്കളുടെ ഒരു സുന്ദരിയായ പ്രതിനിധി എൻ്റെ അമ്മ. അങ്ങനെയുണ്ട് ഒരമ്മ. മാതാപിതാക്കൾ മക്കളെ സഹിക്കുന്നു, മാതാപിതാക്കൾ മക്കൾക്ക് വേണ്ടി സഹിക്കുന്നു, അതുപോലെ തന്നെ മക്കളും മാതാപിതാക്കളെയും സഹിക്കുന്നുണ്ട്. ചില പിള്ളേര് വന്നിട്ട് പറയും, അച്ചോ എന്തോ ഒരു ഇടിവാള് വെറുതെ ഈ ലോകത്ത് വീണ് പാഴായി പോണ്, അതിലും പോവും ഇതിലും പോവും, ഒരെണ്ണം നമ്മുടെ അപ്പൻ്റെ തലേക്കോടെ ഒന്ന് പോയെങ്കിൽ പറയണ മക്കളുണ്ട്. പറയണ സമയത്തിന് ഭാഗം വയ്ക്കില്ല, മക്കളെ കെട്ടിക്കില്ല. വീട്ടിൽ ആര് ജനിച്ചാലും ചത്താലും അപ്പൻ്റെ കപ്പയ്ക്കും പൊട്ടിക്കും ഒരു കുറവും ഉണ്ടാവില്ല. സ്മോൾ അടിക്കും ദുഷ്ടൻ കൃത്യമായിട്ട് വൈകുന്നേരം സുഖമായിട്ട് വന്ന് കിടന്നുറങ്ങും. യോനായെ പോലെയാ. കപ്പൽ ഇപ്പം മുങ്ങും, അവൻ താഴെ പോയി കൂർക്കം വലിച്ചു എന്ന് പറയണേ. ചില അപ്പന്മാരങ്ങനെയുണ്ട്. അവൻ്റെ ഒക്കെ തലയിൽ ഇടിവാള് വെട്ടാൻ പ്രാർത്ഥിക്കണ മക്കളുണ്ട്. പരീക്ഷ കാലം വരിക, കൊച്ചങ്ങളോട് ചോദിക്കുക എങ്ങനെയുണ്ട് മക്കളെ. ചില പിള്ളേര് പറയും, എൻ്റെ അച്ചോ വെളുപ്പിന് തുടങ്ങും അമ്മ ലോട്ടറി കച്ചവടം, പഠിക്കുമോനെ പഠിക്കുമോളെ പഠിക്കുമോളെ പഠിക്കുമോനെ. ചില പിള്ളേര് പറയും, അച്ഛാ ഇതൊന്നും നിർത്തിയിട്ട് വേണം നമുക്ക് 2 അക്ഷരം പഠിക്കാൻ. സ്വൈരില്ല അച്ഛാ. അമ്മേനെ കൊണ്ട് തലയ്ക്ക് സ്വൈരില്ലെന്നാണ് മക്കൾ പറയണേ. അമ്മേനെ അപ്പനെയും മക്കള് സഹിക്കുക. അമ്മയ്ക്കും അപ്പനും വേണ്ടി സഹിക്കണ മക്കളുണ്ട് ഇഷ്ടം പോലെ. കാരണവന്മാര് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഞാനിത് പറയുമ്പോൾ പിള്ളേർക്ക് എന്നോട് വലിയ ഇഷ്ടമാണ്. മാതാപിതാക്കൾക്ക് വേണ്ടി സഹിക്കുന്ന മക്കളുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കിക്കോ. പഠിക്കുന്ന സമയല്ലേ, കൊച്ചങ്ങൾ പഠിക്കുന്ന സമയമാണ്, പരീക്ഷ വരുന്നു. ഇവറ്റ ചത്ത് കിടന്ന് പഠിക്കുക. അപ്പുറത്തെ അമ്മ അപ്പനും TV ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവന് TV കാണാൻ പറ്റൂ. ഈ പെങ്കൊച്ചിന് പരീക്ഷ അടുത്തൊന്നും പറഞ്ഞ് കേബിള് കട്ട് ചെയ്തേക്കാണ്. എന്തോരം വിഷമിച്ചെതിരുന്ന് പഠിക്കണമെന്നറിയോ. ഇതിങ്ങനെ പുസ്തകം തുറന്നു വെച്ച് ബയോളജിയോ കെമിസ്ട്രിയോ ഫിസിക്സോ ഒക്കെ പഠിക്കണ സമയത്താണ് അപ്പുറത്ത് TV പെട്ടിയിൽ പാട്ട്, തേരി മേരി മേരി തേരി. ഈ കൊച്ചനെ എങ്ങനെ ഇരുന്ന് പഠിക്കും? അത് ജീവിതത്തിന്റെ വിലപ്പെട്ടത് മാറ്റുക. അങ്ങനെയുണ്ട് പിള്ളേര്. കൊച്ചങ്ങളെ അങ്ങനെ വെറുതെ അങ്ങോട്ട് പഠിക്കണില്ല എന്നും പറഞ്ഞ് കുറ്റം പറയരുത്. കഷ്ടപ്പെട്ട വിറ്റൊക്കെ പഠിക്കണേ. നമ്മൾ വിറ്റേനോട് പഠിക്കാൻ പറയണ നേരത്ത് ഒന്ന് അവനവന്റെ കാര്യം ആലോചിക്കണത് നല്ലതാ. ഈ പഠിക്കണ തീഷ്ണത അന്നും ഇവിടെ നല്ല പ്രായത്തിൽ ഉണ്ടായിങ്ങേ നമ്മളൊക്കെ ഡോക്ടർമാരായനെ. പഠിക്കുക എന്ന് പറയണത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. നിങ്ങൾക്കും അറിയാം, പിള്ളേർക്കും അറിയാം. കൊച്ചങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കണം. ഞാനിത് പറയുമ്പോൾ പിള്ളേർക്ക് എന്നോട് വലിയ ഇഷ്ടം തോന്നാറുണ്ട്. കൊച്ചങ്ങൾ പറയും, എൻ്റെ പൊന്നച്ച എല്ലാ ദിവസവും അച്ഛൻ തന്നെ പ്രസംഗം പറഞ്ഞാൽ മതി, ഈ വക കാര്യങ്ങളൊക്കെ കാരണവന്മാരോടൊന്ന് പറഞ്ഞു കൊടുക്കണത് നല്ലതാണ് പിള്ളേർ പറയും. കൊച്ചങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. അതാണ് പ്രശ്നം. കൊച്ചങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കണം, മോനെ മോളെ നീ നന്നായിട്ട് പഠിക്കുമ്പോൾ, നീ നല്ല മോനും മോളുമായിട്ട് ജീവിക്കുമ്പോൾ നിന്റെ ജീവിതത്തിൽ നീ ഏറ്റെടുക്കുന്ന വേദനകൾ, കഷ്ടപ്പാടുകൾ അത് നമ്മുടെ കുടുംബത്തിന്റെ സന്തോഷമാണ്. അതാണ് കൊച്ചങ്ങളുടെ വേദനയുടെ അർത്ഥം, അവന്റെ പ്രതിഫലം. കൊച്ചങ്ങളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തണം. നീ കഷ്ടപ്പെട്ട് പഠിക്കുമ്പോൾ, നീ നല്ല മോനും മോളുമായിട്ട് ജീവിക്കുമ്പോൾ, നീ ചീത്ത കൂട്ടുകെട്ടുകളിൽ പെടാതെ കഴിയുമ്പോൾ നീ ഏറ്റെടുക്കുന്ന വേദന, നീ സ്വന്തമാക്കുന്ന ത്യാഗം അത് നമ്മുടെ കുടുംബത്തിന് സന്തോഷമാണ്, അപ്പയ്ക്കും അമ്മയ്ക്കും ആനന്ദമാണ്. ഇത് ബോധ്യപ്പെട്ട് കിട്ടുന്ന മക്കൾ പറയാതെ തന്നെ കഷ്ടപ്പെട്ട് പഠിച്ചോളും. മക്കൾ മാതാപിതാക്കളെ സഹിക്കുന്നുണ്ട്, മക്കൾ മാതാപിതാക്കൾക്ക് വേണ്ടി സഹിക്കുന്നുണ്ട്. അച്ഛന്മാരെ ഇടവകക്കാര് സഹിക്കുന്നുണ്ട്, ഇടവകക്കാരെ അച്ഛന്മാരും സഹിക്കുന്നുണ്ട്. ഇതൊക്കെ ഇതിൻ്റെ ഭാഗം. എന്നോട് ഇപ്പോൾ പറഞ്ഞു തുടങ്ങി എന്നാ പോണേന്ന്. കാരണം കുറേ നാളായി അവറ്റ സഹിക്കണം, മാറിക്കിട്ടാൻ വേണ്ടി. എല്ലായിടത്തും ഉണ്ട് ഇത്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഏറ്റെടുക്കുന്ന വേദന
ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ എന്തു ആയിക്കോട്ടെ, ജീവിതത്തിൽ ശാരീരിക വേദനകളോ കടബാധ്യതകളോ ദാരിദ്ര്യ ദുഃഖങ്ങളോ ആരോടും പറയാൻ സാധിക്കാത്ത ആത്മനൊമ്പരങ്ങളോ ആരെങ്കിലും നമ്മെ വൃഥ വേദനിപ്പിക്കുന്ന യാഥാർത്ഥ്യങ്ങളോ whatever it be, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്ന ഏറ്റെടുക്കുന്ന എല്ലാ വേദനകളുടെയും അർത്ഥം എന്താണെന്ന് മനസ്സിലാക്കണമെങ്കിൽ ക്രിസ്തുവിന്റെ കുരിശിന്റെ മുമ്പിൽ ചെന്ന് നിൽക്കണം. സാക്രമെന്റ്, അനോയിന്റിങ് ഓഫ് ദ സിക്ക് ഞാൻ കൊടുത്തിട്ടുണ്ട് തമ്പുരാൻ. നീ എന്തിനാ ഈ വലത്തെ കൈമ തന്നെ ഇട്ട് ഇത് ചെയ്ത്? സഹിക്കാൻ പറ്റണില്ല. എല്ലാവരും കളിയാക്കുക എന്നെ, ഒരച്ഛനല്ലേ ഒന്നുമില്ലെങ്കിലും സഹിക്കാൻ പറ്റണില്ല. ഞാൻ പറഞ്ഞു, എന്ത് കാര്യം വരുത്താനാ എന്നെ ഇവിടെ കിടത്തിയേക്കണെന്ന് നീ പറയണം. അതൊരു വല്ലാത്ത ചോദ്യ. കർത്താവിനോടല്ലാണ്ട് ആരോടെ ചോദിക്കണേ? എന്റെ ജീവിതത്തിന്റെ അനുഭവം തത്തുല്യം പലർക്കും ഉണ്ട്, പക്ഷെ എനിക്കത് വിലപ്പെട്ടതാ. ഞാൻ കർത്താവിനോട് അന്ന് ചോദിച്ചു, 16 കൊല്ലം മുമ്പ് ഞാൻ തമ്പുരാനോട് ചോദിച്ചു, എന്ത് കാര്യം വരുത്താനാ ഈ പാവത്തിനെ? ഒന്നുമില്ലെങ്കിൽ ഒരു അച്ഛൻ നിനക്ക് വേണ്ടി തെണ്ടിപ്പറക്കി നടക്കാൻ തീരുമാനിച്ചവൻ എന്തിനാ എന്നെ കൊണ്ടൊന്ന് ഇങ്ങനെ ഇടത്തേക്കണേ? ഭയാനകമായ വേദന, തോളെല്ലാം ഒടിഞ്ഞേക്കണേ, അനങ്ങാൻ മേല, കുരുന്ന് ഒടിഞ്ഞെടുക്കുക. തമ്പുരാൻ ചോദിച്ചു. ഞാൻ നോക്കിയപ്പോ കണ്ടതാ, അവിടെ ഒന്ന് കണ്ണുരുട്ടി കാണിക്കുന്നു, കുരിശുമ കിടന്ന്. നോക്കി പേടിപ്പിക്കൊന്നും വേണ്ടെന്ന് അപ്പൊ തന്നെ ഞാൻ പറഞ്ഞു. മുറിയിൽ ആരുമില്ല, എനിക്ക് എന്ത് നോക്കാനാ? കിട്ടിയാ കിട്ടി, പോയാ പോയി. ഞാൻ പറഞ്ഞു, നോക്കി പേടിപ്പിക്കേണ്ട, എന്ത് കാര്യത്തിനാ എന്നെ ഇവിടെ കിടത്തിയേക്കണതെന്ന് ഇപ്പൊ പറയണം. കർത്താവ് ചോദിച്ചു, എത്ര ദിവസമായി കിടക്കണം? ഞാൻ പറഞ്ഞു, നിനക്കറിയാൻ പാടില്ലേ, 6 ദിവസം. 6 ദിവസമായില്ലേ? അല്ല, ഇത് 7ാമത്തെ ദിവസമാണ്. അമ്മ കാപ്പി അടിക്കാൻ പോയേക്കാ, നമ്മൾ രണ്ടുപേരും ഒറ്റയ്ക്കുള്ളൂ, തനിച്ചാണ്. ഞാൻ പറഞ്ഞു, 7 ദിവസമായി, 6 കഴിഞ്ഞ് 7ാമത്തെ ദിവസം. എന്തിനാ ഇവിടെ കിടത്തിയേക്കണെന്ന് പറ. ഈശോ ചോദിച്ചു, എത്ര ദിവസമായി കിടക്കണം? ഞാൻ പറഞ്ഞു, 6 + 1 7. ഞാനൊരു കൊച്ചു കാര്യം ചോദിച്ചോട്ടെ, എന്താന്ന് വെച്ചാ ചോദിക്ക്, വേദന എടുത്തിട്ട് പാടില്ല. കർത്താവ് ചോദിച്ചു, 6 ദിവസമായി എന്നല്ലേ പറഞ്ഞേ? ഞാനിവിടെ ഈ കിടപ്പ് തുടങ്ങിയിട്ട് എത്ര ദിവസമായി എന്നറിയാമോ? ഓ, കൊണിച്ചാണ്, ടിൻറ്റുമോന്റെ തമാശയാ. ആലോചിച്ച് ഉത്തരം പറയണം. ഞാൻ പറഞ്ഞു, ഏതാണ്ട് 2000. മിടുക്കൻ, ജ്യൂസ് കുടിക്കണതിന് ഗുണമുണ്ട്. ഈശോ പറഞ്ഞതാ, മിടുക്കൻ, നിനക്ക് നല്ല ബുദ്ധിയാ. 2000 കറക്റ്റ്. ഒരു കൊച്ചു കാര്യം കൂടി ഞാൻ അങ്ങോട്ട് ചോദിച്ചോട്ടെ, എന്താന്ന് വെച്ചാ ചോദിക്കി, വേദന എടുത്തിട്ട് പാടില്ല. കർത്താവ് ചോദിച്ചു, എന്ത് കാര്യം വരുത്താനാണ് 2000 കൊല്ലമായി എന്നെ ഇവിടെ കിടത്തിയേക്കണതെന്ന് നീ ഒന്ന് പറ. എന്നിട്ട് എന്റെ പൊന്നു മോൻ എന്തിനാ 6 ദിവസമായിട്ട് അവിടെ കിടക്കണേന്ന് ഞാൻ പറയാം. ഞാൻ പറഞ്ഞു, എനിക്ക് മനസ്സിലായില്ല. എന്തേ മനസ്സിലാവാണ്ട്? ആലോചിക്ക്, ഉത്തരം താ. എന്ത് കാര്യം വരുത്താനാണ് 2000 വർഷമായി എന്നെ ഇവിടെ കിടത്തിയിരിക്കുന്നതെന്ന് നീ പറഞ്ഞാൽ നീ എന്തിനാ 7 ദിവസമായിട്ട് അവിടെ കിടക്കണതെന്ന് ഞാൻ പറയാം. സത്യമായിട്ട് ഞാൻ കണ്ണിറുക്കി അടച്ചു. പിറ്റേന്ന് കാലത്താ ഞാൻ തുറന്നേ. ഈ ചോദ്യം ചോദിക്കാൻ അവൻ്റെ അടുത്ത് പിന്നെ ഞാൻ പോയിട്ടില്ല. അന്നത്തെ കൊണ്ട് മുമ്പ് നിർത്തി. പോയിട്ട് കാര്യമില്ല എന്ന് മനസ്സിലായി. കൈ സുഖപ്പെട്ട് പള്ളിമേടയിൽ വന്നിരുന്ന് ബൈബിള് തുറന്നപ്പോ വചനം കിട്ടി. യെശയ്യായുടെ പുസ്തകം 53-ാം അധ്യായം 4-ാം വചനം. നമ്മുടെ വേദനകളാണ് യഥാർത്ഥത്തിൽ അവൻ വഹിച്ചത്. ജീവിതം അടിമുടി മാറി കിട്ടിയ ഒരു വചനം അത്. നമ്മുടെ വേദനകളാണ് യഥാർത്ഥത്തിൽ അവൻ വഹിച്ചത്. നമ്മുടെ ദുഃഖങ്ങളാണ് യഥാർത്ഥത്തിൽ അവൻ ചുമന്നത്. ദൈവം അവനെ ശിക്ഷിക്കുകയും പ്രഹരിക്കുകയും ദണ്ഡിപ്പിക്കുകയും ചെയ്തെന്ന് നാം കരുതി. നമ്മുടെ അതിക്രമങ്ങൾക്ക് വേണ്ടി അവൻ മുറിവേൽപ്പിക്കപ്പെട്ടു. നമ്മുടെ അകൃത്യങ്ങൾക്ക് വേണ്ടി അവൻ ക്ഷതമേൽപ്പിക്കപ്പെട്ടു. അവന്റെ മേലുള്ള ശിക്ഷ നമുക്ക് രക്ഷ നൽകി. അവന്റെ ക്ഷതങ്ങളാൽ നാം സൗഖ്യമുള്ളവരായി. ഹല്ലേലൂയ. അവർക്ക് പറയാമോ? ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നമ്മുടെ വേദനകളാണ് യഥാർത്ഥത്തിൽ അവൻ ഏറ്റത്. നമ്മുടെ ദുഃഖങ്ങളാണ് യഥാർത്ഥത്തിൽ അവൻ ചുമന്നത്. ദൈവം അവനെ ശിക്ഷിക്കുകയും പ്രഹരിക്കുകയും ദണ്ഡിപ്പിക്കുകയും ചെയ്തെന്ന് നാം കരുതി. നമ്മുടെ അതിക്രമങ്ങൾക്ക് വേണ്ടി അവൻ മുറിവേൽപ്പിക്കപ്പെട്ടു. നമ്മുടെ അകൃത്യങ്ങൾക്ക് വേണ്ടി അവൻ ക്ഷതമേൽപ്പിക്കപ്പെട്ടു. അവന്റെ മേലുള്ള ശിക്ഷ നമുക്ക് രക്ഷ നൽകി. അവന്റെ ക്ഷതങ്ങളാൽ നാം സൗഖ്യം പ്രാപിച്ചു. പ്രിയപ്പെട്ടവരെ, ക്രിസ്തുവിന്റെ കുരിശിൽ അവന്റെ ജീവിതത്തിന്റെ വേദന എൻ്റെ ജീവിതത്തിന് ഒരർത്ഥ ഭംഗി നൽകുന്നുണ്ട്.
എൻ്റെ കർത്താവിൻ്റെ കുരിശ് എൻ്റെ ജീവിതത്തിൻ്റെ മുമ്പിൽ നല്ല ദൈവത്തിൻ്റെ സംരക്ഷണമാണെന്ന് അച്ഛൻ പറയാറുണ്ട്. എൻ്റെ ജീവിതത്തിൻ്റെ മുമ്പിൽ നല്ല ദൈവത്തിൻ്റെ സംരക്ഷണമാണ് എൻ്റെ കർത്താവിൻ്റെ കുരിശ്. പിതാവായ ദൈവം അവന്റെ പൊന്നു പുത്രനെ വിശുദ്ധ കുരിശിൽ ആണിയടിച്ച് തറച്ച് എൻ്റെ ജീവിതത്തിന്റെ ഉമറത്ത് നാട്ടി നിർത്തിയേക്കുക. എന്തിനാണോ? ഒരാപത്തും ഒരനർത്ഥവും എന്നെ ബാധിക്കരുത്, ഒരു തകർച്ചയും എന്നെ തളർത്തി കളയരുത്, ഒരു ജീവിതത്തിന്റെ പ്രലോഭനങ്ങളും എന്നെ കീഴ്പ്പെടുത്തരുത്. സകല ആപത്തനർത്ഥങ്ങളിലും അസ്വസ്ഥതകളിലും നിന്ന് എന്നെ കാത്തു സൂക്ഷിക്കാൻ, എന്നെ വീണ്ടെടുക്കാൻ പിതാവായ ദൈവം തന്റെ പൊന്നു പുത്രനെ വിശുദ്ധ കുരിശിൽ ആണിയടിച്ച് തറച്ച് എൻ്റെ ജീവിതത്തിന്റെ മുമ്പിൽ നാട്ടി നിർത്തിയേക്കുക. എൻ്റെ ജീവിതത്തിന് സംരക്ഷണം എന്നോണം. സത്യമാണ്. എളുപ്പവഴിയിൽ അച്ഛൻ ക്രിയ ചെയ്യാം. എളുപ്പവഴി, വീട് പണിയാൻ തുടങ്ങുമ്പോ കല്ലിടുന്ന ചടങ്ങുണ്ടല്ല, ഇല്ലേ? കല്ലിടുന്ന ചടങ്ങ്, കല്ലിന്റെ ഇടയിൽ ഒരു കുരിശ് കയറ്റും. വകുപ്പുമ്പക്ക് അറിയാല്ല. വീട്ടിൽ എന്തെങ്കിലും അസ്വസ്ഥത ഉണ്ടെങ്കിൽ പ്രാർത്ഥിക്കണ അച്ഛൻ്റെ അടുത്ത് ചെല്ലും. അച്ഛൻ പറയും, നീ ഒരു 5-6 കുരിശൊപ്പിച്ചോണ്ട് വാ, ഞാൻ വാഴ്ത്തി തരാം. 2 പുറകിലും മുമ്പിലും താങ്ങ്, ബാക്കിയുള്ളത് പെരയുടെ ചുറ്റുവശത്ത് ഇട്, ഒരു ചെകുത്താനും വരികയല്ല, ധൈര്യമായിട്ടിരി. അച്ഛൻ അങ്ങനെ പറയാ. ഡ്രാക്കുള സിനിമ കണ്ട് വീട്ടിൽ പോവാ, ബസ് ഇറങ്ങി, അടിപൊളി സിനിമ, രക്തരക്ഷസ് കലാനിലയം നാടകവേദി. ബസ് ഇറങ്ങിയപ്പോ മുതല് സൂപ്പർ പാട്ടാണ് പാടിക്കൊണ്ടിരിക്കണേ. ഏത് പാട്ടാണ്? കൊലവെറിയോ എന്തെങ്കിലും വെറിയാവട്ടെ, പാട്ട് പാടിക്കൊണ്ട് ഇങ്ങനെ പോവാട്ടാ. അങ്ങനെ പോണ സമയത്താണ് പള്ളിയുടെ സെമിത്തേരിയുടെ സൈഡിൽ കൂടെ എൻ്റെ അമ്മ പെട്ടെന്നാണ് മതിൽ ഓർമ്മ വന്നേ. പാട്ടപ്പ മാറ്റും, കർത്താവേ കനിയണമേന്നാവും. തമ്പുരാന്റെ പേര് പറഞ്ഞ ചെറുത്താൻ വരില്ലല്ല. ഒരു ബലം. ഇമാതിരി സിനിമയും നാടകമൊക്കെ കണ്ട് വീട്ടിലേക്ക് പോണ വഴിക്ക് നല്ല ധൈര്യമുള്ള അപ്പൻ്റെ മക്കള് കുരിശെടുത്ത് പുറത്തിടും. ഒരു ബലത്തിന്. കുരിശാണൊരു ബലം. നിങ്ങൾ കേട്ടോ? എൻ്റെ അമ്മ ഇടയ്ക്കൊക്കെ നുണ പറയാറുണ്ട്. അത് നിങ്ങൾ കേൾക്കാൻ വഴിയില്ല, ഞാൻ കേട്ടിട്ടുണ്ട്. കുട്ടിയായിരിക്കുമ്പോൾ അമ്മ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാൻ വിശുദ്ധമായ ചില നുണകളുണ്ടല്ല. അമ്മ പറഞ്ഞിട്ടുണ്ട്, ഏതോ ഒരു നാട്ടില് ഏതോ ഒരു പെങ്കൊച്ച് കിടക്കപ്പായയിൽ ഉറങ്ങാൻ കിടക്കണേക്ക് മുമ്പ് അവളുടെ പായയുടെ ചുറ്റും കുരിശ് വരച്ചു അത്രേ. നിങ്ങളുടെ അമ്മമാർ ഇങ്ങനെയുള്ള വല്ല കഥ ഉണ്ടാക്കിയിട്ടുണ്ടാ? നമ്മുടെ അമ്മ അതിന് ഉസ്താദാണ്. ആ പെങ്കൊച്ച് അവളുടെ കിടക്കപ്പായയുടെ ചുറ്റും കുരിശ് വരച്ചെന്ന്. രാത്രി അവളുടെ വീടിന് തീ പിടിച്ചു, അവളുടെ കിടക്ക മാത്രം കത്തിയില്ല, അവള് രക്ഷപ്പെട്ടു. എന്നെ കൊണ്ട് കുരിശ് വരപ്പിക്കാൻ അമ്മ ഉണ്ടാക്കിയ ഒരു കഥയാണ്. ഈ അടുത്ത കാലം വരെ അത് കാരണം ഞാൻ കിടക്കണയ്ക്ക് മുമ്പ് കിടക്കപ്പായയിൽ മുട്ടുകുത്തി വട്ടം ചിറ്റി കുരിശ് വരയ്ക്കും. കർത്താവെ, പള്ളി കത്തിയാലും കുഴപ്പമില്ല, എമ്പിള് ചാവിച്ചത്. ഒരു സംരക്ഷണം വേണമല്ലോ. കുരിശ് ഒരു ബല. കർത്താവിന്റെ കുരിശ് ഒരു ബലമാ. അതെല്ലാവരും സമ്മതിക്കുന്ന കാര്യമാ. പിതാവായ ദൈവം തന്റെ പുത്രനെ ഈ കുരിശിൽ ആണിയടിച്ച് തറച്ച് എൻ്റെ ജീവിതത്തിന്റെ മുമ്പിൽ നാട്ടി നിർത്തി. ഞാൻ സാധാരണ പറയണ ഒരു ഉപമയുണ്ട്, ഒരു നോക്കു കുത്തി പോലെ എൻ്റെ കർത്താവിന്റെ കുരിശ്. കോലം നോക്കുകുത്തി പോലെ എൻ്റെ മുമ്പിൽ കുരിശ്. നോക്കുകുത്തി കോലം. വീട് പണിയണ സമയത്ത് വീടിന്റെ മുമ്പിൽ കുത്തി നിർത്തുന്ന ഒരു സാധനമില്ലേ, ദാറ്റ്സ് ഇറ്റ്. എന്തിനത് വെക്കണേന്ന് അറിയാല. ഞാൻ പള്ളി പണിതപ്പോഴും ആശാരിമാര് പറഞ്ഞു, അച്ഛാ ഒന്നില്ലെങ്കിൽ ഒരു സാധനത്തിന് ഒപ്പിച്ച് വെക്കുക, അല്ലെങ്കിൽ ഒരു തുണി വലിച്ചിട്ട്. ഇത് വലിയ പ്രശ്ന, കണ്ണുള്ളൂ എന്നാ പറയണേ, അന്ധവിശ്വാസം. പക്ഷെ എനിക്ക് ഈ ജന്തുവിനെ വലിയ ഇഷ്ടമാണ്. നോക്കുകുത്തി കോലം, വീടിന്റെ മുമ്പിൽ നാട്ടി നിർത്തുന്ന സംഗതി. എത്ര തിരക്കിട്ട് എവിടെ പോയാലും റോഡ് സൈഡിൽ എവിടെയെങ്കിലും ഒരെണ്ണം നിൽക്കണണ്ട, ഞാൻ വണ്ടി ചവിട്ടാൻ പറയും. 1 മിനിറ്റ് ഉപചാരം അർപ്പിച്ചിട്ടാ ഞാൻ പോകുള്ളൂ. ആണായാലും പെണ്ണായാലും. ചിലപ്പോൾ നൈറ്റൊക്കെ ഇട്ട് നിൽക്കണാണ്, ചിലപ്പോൾ ചുരിദാറാണ്. ഞാൻ പറയും, പ്രൈസ് ദി ലോർഡ്, നിനക്ക് നല്ലത് വരട്ടെ, ആയുഷ്മാൻ ഭവ, ഞാൻ പറഞ്ഞിട്ടാ പോവാറ്. എനിക്ക് വലിയ ഇഷ്ടം ഇതിനെ. ഞാൻ അത് പറഞ്ഞു കഴിയുമ്പോൾ നിനക്ക് ഇഷ്ടമാവും. വീട് പണിയാൻ തുടങ്ങുമ്പോ വീടിന്റെ മുമ്പിൽ നാട്ടി നിർത്തുന്ന നോക്കുകുത്തി. വഴിക്കോടെ പോകുന്നവരുടെ കുനിട്ടും കുശുമ്പും അസൂയയൊന്നും നമ്മൾ പണിയണ വീടുമ്മ കൊള്ളാണ്ടിരിക്കാൻ നമ്മൾ ചമയ്ക്കുന്ന ഒരു ജന്മം. അതാണ് നോക്കുകുത്തി. ഇവിടെ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ഞങ്ങളുടെ നാട്ടിൽ കപ്പത്തണ്ടാണ് ഇതിന്റെ മെയിൻ അസംസ്കൃത വസ്തു. 2 കപ്പ എന്ന് പറഞ്ഞ ഇവിടെ കപ്പ തന്നെയാണോ? ഓക്കെ, കപ്പ കൊള്ളി എന്നൊക്കെ പറയും ഞങ്ങളുടെ നാട്ടിൽ. അപ്പൊ 2 കപ്പ തണ്ടെടുത്ത് വട്ടം കെട്ടി അതേല് എങ്ങനെയാ ഉണ്ടാക്കണ, വൈക്കോലൊക്കെ ചുറ്റി പിടിപ്പിച്ച്, പിന്നെ എന്നാ ഒരു പഴയ ഷർട്ടും ഒരു പഴയ പാൻസും ഒക്കെ കുത്തി കയറ്റും, ഷൂസൊക്കെ ഇടിക്കും. മലയാളിക്ക് അങ്ങനെ ഒരു ഗുണമുണ്ടല്ലോ,
എല്ലാവരും ഷൂസ് ഇടിക്കണവരെ നമ്മൾ ജീവിച്ചിരിക്കുന്ന കാലത്ത് സ്വന്തം തള്ളയ്ക്ക് ഒരു പാരകം പോലും മേടിച്ചു കൊടുക്കില്ല. ചത്ത് കഴിയുമ്പോൾ ഷൂസ് ഇടിക്കും. അങ്ങനെയുണ്ട് ലോകത്തിൽ, അങ്ങനെ ഒരു വർഗ്ഗമുള്ളൂ. ജീവിച്ചിരിക്കുന്ന കാലത്ത് ഷൂസ് ഇടാത്തവരും മരിച്ചു കഴിഞ്ഞാൽ ഷൂസ് ഇടുന്നവരുമായ ഒരേ ഒരു ജനതയെ ലോകത്തുള്ളൂ. എൻ്റെ വിഴ, എൻ്റെ വിഴ, എൻ്റെ വലിയ വിഴ. നമ്മളാണ് അതിൻ്റെ ആൾക്കാർ. മരിച്ചു കഴിയുമ്പോൾ ഷൂസ് നിർബന്ധമാണ്. പാകമായില്ലെങ്കിലും, കാരണം ഈ തള്ളയുടെ കാലമൊക്കെ ഈ പാടത്തും പറമ്പത്തും നടന്ന് പറത്തവളയുടെ പോലെ ഇരിക്കണേ. കുത്തി കയറ്റിയാൽ കയറൂല. അപ്പൊ സൈഡിലെങ്കിലും നാട്ടി നിർത്തും. സ്റ്റാൻഡേർഡായിട്ട് പോട്ടെ എന്നുള്ള നാട്ടിൽ ഫ്രീസറിലൊക്കെ വെച്ച് ഷൂസ് അടക്കം തണുപ്പിച്ചിട്ടാണ് കുഴിച്ചിടുന്നത്. എന്തെങ്കിലും ആവട്ടെ. നോക്കുകുത്തി ഇനിയും വെറുതെ വിടൂല. അതിനുണ്ട് 2 ഷൂസ്. വയറൊക്കെ ഉണ്ടാക്കും. കയറൊക്കെ തലോണയൊക്കെ കുത്തി കയറ്റി ഒരു വലിയ കൊടവയറൊക്കെ പിടിപ്പിക്കും. കയറ് കൊണ്ടൊരു ബെൽറ്റൊക്കെ കെട്ടും. തലയുടെ ഭാഗത്തൊരു പൊട്ട ചട്ടി കമഴ്ത്തും. കരിക്കട്ട കൊണ്ട് 2 ഉണ്ട കണ്ണും വലിയൊരു മൂക്കും വലിയൊരു വായൊക്കെ വരച്ച് പണിയണ വീടിന്റെ ഉമ്മറത്ത് അങ്ങനെ അങ്ങ് നാട്ടി നിർത്തും. വഴിക്കോട് പോകണവരുടെ ഒരു പ്രശ്നവും നമ്മുടെ വീടിനെ ബാധിക്കാൻ പാടില്ല. നോക്കുകുത്തി നമ്മുടെ കുടുംബത്തിന്, ഭവനത്തിന് സംരക്ഷണം തീർക്കും. വഴിയിലൂടെ ആരെങ്കിലും പോകുമ്പോ ആരെങ്കിലും വീട്ടിലേക്ക് നോക്കിയാ അപ്പം നോക്കൂത്തി പറയും, ചേട്ടാ അങ്ങോട്ട് നോക്കല്ല, ഇത് എന്നെ നോക്ക്, എന്നെ എന്താ കാണാൻ കൊള്ളൂല്ലേ? അങ്ങനെയാണ് ഈ പാവം പറയണേ. സങ്കടം എന്താന്നോ, ഞാൻ നിങ്ങളോട് ചോദിക്കുക, നോക്കുകുത്തിക്ക് ആരെങ്കിലും കൊട ചൂടിക്കണ കണ്ടിട്ടുണ്ടാ? ഞാൻ കണ്ടിട്ടില്ല. ഡിസംബറിന്റെ മഞ്ഞും വർഷത്തിന്റെ മഴയും വേനലിന്റെ വെയിലും ഒക്കെ കൊണ്ട് നോക്കുകുത്തി ഇങ്ങനെ തളർന്ന് 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 വരും. പെരമണി പുരോഗമിക്കും തോറും ഈ പാവത്തിന്റെ അവസ്ഥ കുറച്ച് ദാരുണാണ്. വളരെ കഷ്ട. ഒരിടത്തും ഞാൻ കണ്ടിട്ടില്ല നോക്കുകുത്തിക്ക് കൊട ചൂടിക്കണത്. ആരും നോക്കുകുത്തിക്ക് കൊട ചൂടിക്കാറില്ല. തീർത്ഥങ്ങോട്ട് പറയാൻ എനിക്ക് വരില്ല. ഇന്നാള് പഴങ്ങനാട് ഭാഗത്ത് കൂടെ പോകുമ്പോ ഒരു നോക്കുകുത്തി കൊട ചൂടി നിൽക്കണത് ഞാൻ കണ്ടതാ. പക്ഷെ അന്ന് ഞായറാഴ്ച ആയ കാരണം ആ വീട്ടുകാരൻ രക്ഷപ്പെട്ടു. അല്ലെങ്കിൽ അവന് ചീത്ത ഉറപ്പാ. സങ്കടം വന്ന നിൽപ്പ് കണ്ടിട്ട്. കാരണം വേറെ ഒന്നുമല്ല, കൊടയൊക്കെ ഉണ്ട് പാവത്തിന്റെ കയ്യിൽ, പക്ഷെ ശീലില്ല, തുണിയില്ല, ഇങ്ങനെ അസ്ഥിയൂടെ മാത്രമേ ഉള്ളൂ. നാണം കെടുത്താന്ന് പറഞ്ഞ് ഇങ്ങനെയാണ്. എന്തൊരു വലിയ ഡ്യൂട്ടി അത് ചെയ്യണേ. എന്തെങ്കിലും ഒരു കരുണ കാണിച്ചൂടെ? ആരും നോക്കുകുത്തിക്ക് കൊട ചൂടിക്കില്ല. ഡിസംബറിന്റെ മഞ്ഞും വർഷത്തിന്റെ മഴയും വേനലിന്റെ വെയിലും ഒക്കെ കൊണ്ട് നോക്കുകുത്തി ഇങ്ങനെ തളർന്ന് 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 വരുമ്പോ നോക്കുകുത്തിയുടെ പുറകിൽ എന്നതാ സംഭവിക്കണേ? ഒരു ഇഷ്ടികയുടെ പുറത്ത് അടുത്ത ഇഷ്ടിക, അതിന്റെ പുറത്ത് അടുത്ത ഇഷ്ടിക, അതിന്റെ പുറത്ത് അടുത്ത ഇഷ്ടിക, കട്ടിള, ജനല, വാതില്, പാരപ്പറ്റ്, ഷോവോള്, പുട്ടി, പെയിന്റിംഗ് ഒക്കെ കഴിഞ്ഞ് നല്ല ഗംഭീര വീട് പണിയപ്പെട്ട് തീരുമ്പോഴേക്കും നമ്മുടെ നോക്കുകുത്തി ഒരു പരുവത്തിലാവും. സങ്കടം വരും കാണുമ്പോൾ. മഴയൊക്കെ കൊണ്ടിട്ട കണ്ണൊക്കെ കലങ്ങി ഒലിക്കും. 24 മണിക്കൂറും കരച്ചില്ല. ചുണ്ടത്തെ ചിരി മാഞ്ഞിട്ടുണ്ടാവില്ല. വയറൊക്കെ ഒരു സൈഡിൽ പോവും. പോക്കറ്റിൽ നിന്ന് കതിരൊക്കെ പുറത്തേക്ക് വരും. ചെരുപ്പും ഷൂസും ഒക്കെ ഇങ്ങനെ തൂങ്ങിക്കിടക്കും. ഒരു ഷേപ്പും ഇല്ല അവനെ കാണാൻ. പക്ഷെ ഉത്തരവാദിത്വത്തിന് ഒരു മങ്ങൽ വെക്കില്ല. ആ അവസ്ഥയിലും ആരെങ്കിലും വീട്ടിലേക്ക് നോക്കിയാ അപ്പം നോക്കൂത്തി പറയും, ചേട്ടാ അങ്ങോട്ട് നോക്കല്ലേ, എന്നെ നോക്ക്. അവിടേക്ക് നോക്കിയാൽ ശരിയാവൂല. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഓർക്കണം, ഒരു നോക്കുകുത്തി പോലെയാ എൻ്റെ കർത്താവിന്റെ കുരിശ്. ഞാൻ അവന്റെ സ്ഥാനത്തെ താഴ്ത്തുകയല്ല, വല്ലാണ്ട് ഉയർത്തി വെക്കുക. ജീവിതത്തിന്റെ എല്ലാ വേദനകളും ഏറ്റെടുത്ത് എല്ലാ ത്യാഗങ്ങളും സ്വന്തമാക്കി പിന്നാമ്പുറത്ത് പണിയപ്പെടുന്ന ഭവനത്തിന് സംരക്ഷണം തീർക്കുന്ന നോക്കുകുത്തി പോലെ എൻ്റെ കർത്താവിന്റെ കുരിശ് എൻ്റെ ജീവിതത്തിന്റെ മുമ്പിലുണ്ട്. എല്ലാ ആപത്തനർത്ഥങ്ങളിലും നിന്ന് എന്നെ കാത്തു രക്ഷിക്കാൻ, എൻ്റെ ജീവിതത്തിന്റെ തകർച്ചകളിൽ നിന്ന് എന്നെ പൊക്കിയെടുക്കാൻ, എൻ്റെ ജീവിതത്തിന്റെ വേദനകളുടെ നെരിപ്പോടിൽ എന്നെ ചുമലിൽ തട്ടി ആശ്വസിപ്പിക്കാൻ എൻ്റെ കർത്താവിന്റെ കുരിശ് എൻ്റെ ജീവിതത്തിന്റെ മുമ്പിലുണ്ട്. ഒരു നോക്കുകുത്തി പോലെ. ഡിസംബറിന്റെ മഞ്ഞും വർഷത്തിന്റെ മഴയും വേനലിന്റെ വെയിലും ഒക്കെ കൊണ്ട് നോക്കുകുത്തി ഇങ്ങനെ തളർന്ന് 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 വരുമ്പോ അതിന്റെ പിന്നാമ്പുറത്ത് സുന്ദരമായ ഒരു ഭവനം അങ്ങനെ പണിയപ്പെട്ടുകൊണ്ടേയിരിക്കും. ഹല്ലേലൂയ. അവർക്ക് പറ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇനിയാണ് പ്രശ്നം. വീട് വെഞ്ചിരിപ്പിന്റെ അന്ന് ആരെങ്കിലും ഈ നോക്കുകുത്തിനെ എടുത്ത് ഷോക്കേസിൽ വെക്കണത് നിങ്ങൾ കണ്ടിട്ടുണ്ടാ? എപ്പോഴെങ്കിലും? മോനെ, കല്ലിട്ട് അന്നൊടുങ്ങി നിൽക്കണമല്ലോ, നാളെ വീട് വെഞ്ചിരിപ്പാ.
ഹൗസ് വാമിങ്, വർക്കത്തുള്ളവരൊക്കെ വീട്ടിൽ വന്ന ദിവസം നീ എന്തായാലും വലത്തുവശത്തിരിക്കും, നല്ലൊരു കസേരയും ഇരിക്കും. ആരെങ്കിലും നോക്കുകുത്തിയോട് പറയൂ, ഐ ഡോണ്ട് തിങ്ക്. പാലക്കാടൻ ഭാഗത്തൊരു ചടങ്ങുണ്ടെന്ന് കേട്ടുണ്ട്. തലേ ദിവസം വീടും പരിസരവും ഒക്കെ വൃത്തിയാക്കി അടുത്തുള്ള തെങ്ങിന്റെ കടയ്ക്ക കൊണ്ടിട്ട് കത്തിക്കണ കൂട്ടത്തില് നോക്കുകുത്തിനെയും കൊണ്ടുപോയിടും. അവിടെ കിടന്ന് അല്പം സർഗാത്മകമായിട്ട് പറഞ്ഞാൽ തല പൊട്ടിത്തെറിച്ച്, മൺകലം പൊട്ടിയതാ, നോക്കുകുത്തി മരിക്കും. ഇതൊരു വല്ലാത്ത സാധനം. അത് ഒരു ജീവിതകാലം മുഴുവനും പിന്നാമ്പുറത്ത് പണിയപ്പെടുന്ന ഭവനത്തിന് സംരക്ഷണം തീർത്ത് വീട് വെഞ്ചിരിപ്പിന്റെ തലേ ദിവസം വീടിന്റെ പിന്നാമ്പുറത്തുള്ള തെങ്ങിൻ കടക്കല് കിടന്ന് തല പൊട്ടിത്തെറിച്ച് മരിക്കുന്ന നോക്കുകുത്തി. എന്നോടൊന്നും തോന്നരുത് പ്രിയപ്പെട്ടവരെ, ഇത് എന്റെയും നിങ്ങളുടെയും ജീവിതമാണ്. ഇതാണ് ജീവിതം. അമ്മയുടെ മുഖത്തേക്ക് നോക്കണം വല്ലപ്പോഴും, അപ്പന്റെ മുഖത്തേക്ക് നോക്കണം വല്ലപ്പോഴും. ഈ നോക്കുകുത്തിയുടെ ഷെയ്പ്പാ. ഡിസംബറിന്റെ മഞ്ഞും വർഷത്തിന്റെ മഴയും വേനലിന്റെ വെയിലും ഒക്കെ കൊണ്ട് തളർന്ന് വരുമ്പോഴും ഈ പാവം പറയും, സ്നാപക യോഹന്നാനെ പോലെ, ഞാനിങ്ങനെ തളരണം, നീ അങ്ങനെ വളരണം. അതാണ് അതിന്റെ ജന്മം. വീട് വെഞ്ചിരിപ്പിന്റെ തലേ ദിവസം വീടിന്റെ പിന്നാമ്പുറത്തുള്ള തെങ്ങിന്റെ കടക്കല് കടന്ന് തല പൊട്ടിത്തെറിച്ച് അത് മരിക്കും. ജീവിതം എന്ന് പറയുന്നത് അതാ. ക്രിസ്തുവിന്റെ കുരിശ് ഓർക്കണം. ക്രിസ്തുവിന്റെ കുരിശ് എന്റെ ജീവിതത്തിന്റെ മുമ്പിൽ നല്ല ദൈവത്തിന്റെ നോക്കുകുത്തിയാണെങ്കിൽ, നോമ്പുകാലം, ക്രിസ്തുവിന്റെ കുരിശ്, അവന്റെ സഹനം എന്റെ ജീവിതത്തിന്റെ മുമ്പിൽ നല്ല ദൈവത്തിന്റെ നോക്കുകുത്തിയാണെങ്കിൽ എന്റെ ജീവിതം, നൗ ഇറ്റ്സ് മൈ ടേൺ, എന്റെ ജീവിതം എന്റെ പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിന്റെ മുമ്പിൽ നല്ല ദൈവത്തിന്റെ നോക്കുകുത്തിയുടെ ജീവിതമാണ്. എന്റെ ജീവിതത്തിന്റെ വേദനകളിലൂടെ, എന്റെ ജീവിതത്തിന്റെ കഷ്ടപ്പാടുകളിലൂടെ, എന്റെ ദുഃഖ ദുരിതങ്ങളിലൂടെ, എന്റെ ആത്മനൊമ്പരങ്ങളിലൂടെ ആശ്വാസം കൊള്ളുന്ന, ആനന്ദം അനുഭവിക്കുന്ന, പുനർജനിക്കുന്ന കുറെ സാധു ജീവിതങ്ങൾ എന്റെ ജീവിതത്തിന്റെ പിന്നാമ്പുറത്തുണ്ടെന്ന കാര്യം നമ്മൾ ഒരിക്കലും മറക്കരുത്. പ്രായമായി കഴിയുമ്പോൾ അംഗീകാരം കിട്ടണില്ല, വീട്ടിൽ കയറി ചെല്ലുമ്പോൾ കസേര തരണില്ല, സമൂഹത്തിൽ ഒരു വിലയും നിലയില്ല എന്നൊന്നും ഓർത്ത് ആരും കർത്താവിനെ പഴിക്കേണ്ട കാര്യമില്ല. നിന്റെ ജീവിതം ക്രിസ്തുവിന്റെ ജീവിതമാണ്. പിതാവ് പറഞ്ഞില്ലേ, എൻ്റെ ഉള്ളിലൊരു ക്രിസ്തു ഉണ്ട്. ആ ക്രിസ്തുവിന്റെ ഉത്തരവാദിത്വം ഇതാണ്: പ്രിയപ്പെട്ടവർക്ക് സംരക്ഷണം തീർക്കുക, ജീവിത വേദനകൾ അത്രയും നെഞ്ചേറ്റി കുടുംബത്തിന് സംരക്ഷകരായി ഭവിക്കുക. അതാണ് നിന്റെ ജീവിതത്തിന്റെ ധർമ്മം. നീ നോമ്പ് നോക്കണത് എന്തിനാ? നീ ത്യാഗം ചെയ്യണത് എന്തിനാ? നീ നേർച്ച കാഴ്ചകൾ സമർപ്പിക്കണത് എന്തിനാ? നിന്റെ ജീവിതത്തിന്റെ വേദനയുടെ നെരിപ്പോടിൽ നീ ഇങ്ങനെ ഉരുകിത്തീരണത് എന്തിനാ? നിന്റെ ജീവിതത്തിന്റെ വേദനകളിലൂടെ, നിന്റെ ജീവിതത്തിന്റെ കഷ്ടപ്പാടുകളിലൂടെ, നിന്റെ ദുഃഖ ദുരിതങ്ങളിലൂടെ ആരൊക്കെയോ ആശ്വാസം കൊള്ളുന്നുണ്ട്, ആരൊക്കെയോ സന്തോഷം അനുഭവിക്കുന്നുണ്ട്, ആരൊക്കെയോ പുനർജനിക്കുന്നുണ്ട്. നിന്റെ ജീവിതത്തിന്റെ ത്യാഗങ്ങൾക്കൊക്കെ ക്രിസ്തുവിന്റെ കണക്ക് പുസ്തകത്തിൽ വല്ലാത്തൊരു വിലയുണ്ട്. ഹല്ലേലൂയ. അവർക്ക് പറ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, പണ്ടൊരു അമ്മച്ചി എൻ്റെ അടുത്ത് വന്നു, അച്ഛാ ഭയങ്കര തണ്ടല് വേദനയാ, മാറ്റിത്തരണം. 7ാമത്തെ ധ്യാനമാണ്, എന്തെങ്കിലും അഡ്ജസ്റ്റ്മെന്റ്. ഞാൻ ഈ അമ്മയോട് ചോദിച്ചു, അമ്മേ വീട്ടിൽ വേറെ ആർക്കെങ്കിലും കൊണ്ടോ തണ്ടല് വേദന? എൻ്റെ അച്ഛാ ഒരെണ്ണത്തിന് ഒരു മുഖക്കുരു പോലും ഇല്ല, എനിക്ക് മാത്രമുള്ളൂ ഈ വേദന. മക്കൾ എത്ര? 2 ആണ് 2 പെണ്ണ്. എവിടെയാ പണിയെടുക്കണേ? 2 അമേരിക്കയിൽ, 2 ലണ്ടനിൽ. സന്തോഷമാണോ? എല്ലാനും ഉണ്ട് അച്ഛാ, സന്തോഷമുണ്ട്, സമാധാനമുണ്ട്, ഒക്കെ ഉണ്ട്. എനിക്ക് മാത്രമുള്ളൂ വേദന. അപ്പോഴിത് അത് തന്നെ പറയും. ഭർത്താവിന് എങ്ങനെയാ? അപ്പൊ അമ്മ പറഞ്ഞു, അച്ഛൻ അറിഞ്ഞാമോ, എൻ്റെ കെട്ടിയോന് നല്ല ആരോഗ്യ, ഇനിയും വേണമെങ്കിൽ 3 കെട്ടാം. കറങ്ങി നടക്കാം. ബ്രേക്ക്ഫാസ്റ്റ് അമേരിക്കയെ കഴിക്കും, ലഞ്ച് ലണ്ടനിൽ എടുക്കും, സപ്പർ ഏത് അടുപ്പിലാണാവോ, എനിക്ക് പ്രാന്ത് അങ്ങേരുടെ കാര്യം ഓർക്കുമ്പോ. കറങ്ങി നടക്കാണ് അച്ഛാ, വിമാനത്തിൽ നിന്ന് ഇറങ്ങാൻ നേരമില്ല. എനിക്ക് മാത്രമേ ഉള്ളൂ അച്ഛാ തണ്ടൽ വേദന. ഒന്ന് മാറ്റി കിട്ടാൻ എന്തെങ്കിലും ഒരു വകുപ്പ്. ഞാൻ ഈ അമ്മോട് പറഞ്ഞു, അമ്മേ അമ്മയ്ക്ക് ഇതിന്റെ ഗുട്ടൻസ് അറിയാൻ പാടില്ലാഞ്ഞിട്ടാ. അപ്പൊ ഇത് ചോദിച്ചു, എന്താച്ചാന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, അമ്മയുടെ ഈ തണ്ടല് വേദനയാണ് അമ്മയുടെ കുടുംബത്തിന്റെ സമാധാനത്തിന് അടിസ്ഥാനം. അമ്മയുടെ മക്കൾക്ക് സമ്പത്തുണ്ടാകാൻ,
അമ്മയുടെ മക്കൾക്ക് സമാധാനം കൊടുപ്പാൻ, അവരുടെ ഭവനത്തിൽ സന്തോഷം നിറയാൻ, അമ്മയുടെ ഭർത്താവിന് ആരോഗ്യം കൊടുപ്പാൻ നല്ല ദൈവം അമ്മയോട് ആവശ്യപ്പെടുന്ന പ്രതിഫലമാണ് ഈ തണ്ടല് വേദന. അമ്മയ്ക്ക് ഞാൻ എഴുതി തരാം, അമ്മയുടെ തണ്ടല് വേദന എന്ന് മാറണോ അന്ന് വേറെ ഏതെങ്കിലും ഒരെണ്ണത്തിന് എവിടെയെങ്കിലും തുടങ്ങും. അത് കാരണം അഡ്ജസ്റ്റ്മെന്റിനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണതാ ബുദ്ധി. എന്തോരം വേണമെങ്കിലും തമ്പുരാനോട് തരാൻ പറ, സഹിക്കാനുള്ള ശക്തിയും കൂടി തരാൻ പറ, എല്ലാം തമ്പുരാൻ ചെയ്യും. പ്രിയപ്പെട്ടവരെ, നോമ്പുകാലത്ത് നമ്മൾ ഓർമ്മിക്കണം, എന്തിനു വേണ്ടിയാ നോമ്പെടുക്കണത്, എന്തിനു വേണ്ടിയാ പരിത്യാഗങ്ങൾ ചെയ്യണത്. നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരമായിട്ട് മാത്രമല്ല, സമസ്ത ലോകത്തിന്റെയും പാപ പരിഹാരാർത്ഥം മാത്രമല്ല, എൻ്റെ ജീവിതത്തിന്റെ വേദനകളിലൂടെ, എൻ്റെ തമ്പുരാന്റെ മുമ്പിൽ ഞാൻ സമർപ്പിക്കുന്ന ത്യാഗത്തിലൂടെ വീണ്ടെടുക്കപ്പെടുന്ന ഒരു കുടുംബമുണ്ട്. വീണ്ടെടുക്കപ്പെടുന്ന ചില പ്രിയ അവരെ പ്രതി കർത്താവ് തരുന്ന വേദനകൾ അത്രയും നെഞ്ചേറ്റാൻ മനസ്സിനെ നമ്മൾ ബലപ്പെടുത്തണം. ക്രിസ്തുവിന്റെ കുരിശ് ജീവിതത്തിന്റെ മുമ്പിൽ വെക്കുന്ന ഒരു വലിയ സത്യമാണിത്. സഹനമാണ് ജീവിതം, എല്ലാ അർത്ഥത്തിലും സഹനമാണ് ജീവിതം. പക്ഷെ കർത്താവിന്റെ സഹനത്തിന്റെ അന്തരാർത്ഥം എനിക്ക് വെളിപ്പെട്ട് കിട്ടുമ്പോ അവനെ പ്രതി കുടുംബത്തിന് വേണ്ടി, പ്രിയപ്പെട്ടവർക്ക് വേണ്ടി എന്ത് ത്യാഗം ചെയ്യാനും എനിക്കൊരു മടിയില്ല. പലരും പറയും, അച്ഛാ സഹിക്കാനല്ല പ്രശ്നം, സഹിക്കലൊക്കെ എന്തെങ്കിലും ആവട്ടെ, പ്രശ്നം എന്താന്ന് വെച്ചാ ഒറ്റയ്ക്കാ ജീവിതത്തില്. ഒത്തിരി പേര് അങ്ങനെ പറയണം. എനിക്കും തോന്നിയിട്ടുണ്ട് കേട്ടോ. ചിലപ്പോഴൊക്കെ ചില ചേച്ചിമാര് പറയാ, അച്ഛാ കാലത്ത് എഴുന്നേറ്റ് ചായ തിളപ്പിക്കണം, ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം. അമ്മായിമ്മയ്ക്കാണെങ്കിൽ നല്ല ആരോഗ്യമുണ്ട്, അമ്മ എന്ത് ചെയ്ത് എഴുന്നേക്കില്ല അച്ഛാ. അടുക്കളയിൽ നിന്ന് ചായ തിളപ്പിക്കുമ്പോൾ എനിക്ക് കാണാം അമ്മ കൂർക്കം വലിച്ച് കിടന്നുറങ്ങണത് ബെഡ്റൂമിൽ. പലപ്പോഴും തോന്നിയിട്ടുണ്ട് തിളച്ച വെള്ളം ഒഴിക്കണമെന്ന്. എന്തൊരു അമ്മയാ, ഒരു കൈ സഹായിക്കില്ല. ഭർത്താവ് കാലത്ത് തന്നെ എഴുന്നേറ്റ് ചാരു കസേരയിൽ അങ്ങോട്ട് മലക്കും, മനോരമേനെയും പൊത്തി പിടിച്ചോണ്ട് വായിച്ചു നോക്കി മൻമോഹൻ സിംഗിന് വിളിച്ചു പറയണം ഇന്ത്യ എങ്ങനെയാ ഭരിക്കണേന്ന്. എന്തൊരു തീക്ഷ്ണതയാന്ന് പറയും. അരങ്ങൊട്ടിച്ച പോലെ 4 പിള്ളേരാണ് അച്ഛാ, ചുറ്റും തൂക്കിയിട്ടാണ്. ഞാൻ എൻ്റെ കാലനങ്ങും വഴിക്ക് 4 എണ്ണം കണ്ണുറക്കും, 4 എണ്ണത്തിനെ ചുറ്റും കെട്ടി തൂക്കിയിട്ടാണ് ഞാൻ ചായ തിളപ്പിക്കണേ. ഒന്ന് പിടിക്കേണ്ട ചേട്ടാ ഒരെണ്ണത്തിന് എന്ന് പറയുമ്പോ മലയാള മനോരമ പറയും അത് പെറ്റവളുടെ ഡ്യൂട്ടിയാ. പത്രം പറയണത് അങ്ങനെയാ, അത് നീ നോക്കിയാൽ മതി, നിന്റെ പണിയാണ് അതൊക്കെ. അത് കാരണം എനിക്ക് കഷ്ടപ്പാടാണ് അച്ഛാ, എനിക്ക് കഷ്ടപ്പാടാ. എത്രയോ ഭർത്താക്കന്മാര് പറയുന്നത്, അച്ഛ ടെൻഷൻ മാറ്റാനാണ് അച്ഛ 1.5 അടിക്കണേ. ടെൻഷൻ മാറ്റാൻ 4 പെൺപിള്ളേരാ, ആകുലത വരുമ്പോ ഒരു 1.5 അടിക്കും ഞാൻ 1.5 അടിച്ച ആകുലതകളൊക്കെ ഒന്ന് ഒതുക്കി വീട്ടിൽ വരുമ്പോ വീട്ടിൽ നിൽക്കണവള് 2 അടിച്ച പോലെ നിൽക്കണേ. വന്നു കയറുമ്പോ ആവാത ചൂടം അവള് മണക്കാൻ തുടങ്ങും. ഒച്ചപ്പാട്, ബഹളം, ഭാഷാപരവും കൈവെപ്പും ഒക്കെ അപ്പോഴാണ് ആരംഭിക്കണേ. ഒരു നിവൃത്തിയില്ല അച്ഛാ, എന്നെ മനസ്സിലാക്കാൻ ആരുമില്ല. ഒത്തിരി പേരുണ്ട് കേട്ടോ അങ്ങനെ, ആരുമില്ല എന്ന് ചിന്തിക്കണവര്. ചിലപ്പോൾ വണ്ടിക്കൊക്കെ പോകുമ്പോൾ ചില സ്കൂട്ടർ ഫാമിലികൾ മുമ്പിൽ വന്ന് പെടും. സ്കൂട്ടറിൽ പോണ ജന്മങ്ങൾ, വീടുകൾ കണ്ടിട്ടുണ്ടല്ലോ, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അവളുടെ ഇടത്തെ കയ്യിൽ ഒരെണ്ണുണ്ടാവും, വലത്തെ കയ്യിൽ വേറെ ഒരെണ്ണുണ്ടാവും, 2 എണ്ണത്തിൻ്റെ ഇടയ്ക്ക് ഒരെണ്ണം കിടപ്പുണ്ടാവും, ബാക്കി പെട്രോൾ ടാങ്കിൻ്റെ മുകളിലുണ്ടാവും. ഞാൻ ഉള്ളുരുകി പ്രാർത്ഥിക്കും, കർത്താവേ ഒരു കാറ് വാങ്ങാനുള്ള കൃപ കൊടുക്കണം. ഇതെന്തൊരു പോക്കത്, ഇതെങ്ങനെ ഇത് മരണക്കിണറാണ്, മരണക്കിണർ. ഇതെങ്ങനെ ഇത് ബാലൻസ് ചെയ്തിരിക്കും. ഞാൻ ചില ചെറുക്കന്മാരോട് പറയണം, ഒരു കാറ് മേടിക്കും, ഒന്നില്ലെങ്കിലും നിന്റെ ഭാര്യയുടെ കഷ്ടപ്പാട് നിനക്ക് അറിഞ്ഞൂടെ. അച്ഛനങ്ങനെ പറയാം, കാര്യം അവളുടെ കൈ എൻ്റെ വയറിൻ്റെ വട്ടം ഉണ്ടെങ്കിലും ഈ മുതൽ എവിടേക്കാ നോക്കണേന്ന് എനിക്കൊരു പിടിയില്ല അച്ഛാ. ഞാനൊരു 2 കൽപ്പിച്ചൊരു ഓടിക്കലാണ് ഞാനും. നമ്മളെ ആര് മനസ്സിലാക്കണം? നമ്മളൊരു വിശ്വാസത്തിന്റെ പുറത്താണ്. കാര്യം കൈ വട്ടത്തിലും കഴുത്തിക്കോടിയൊക്കെ ഉണ്ട്, പക്ഷെ നോട്ടം ഇമ്പക്ക് അറിയാല്ല, പുറകിലല്ല ഇരിക്കണേ. ഒരു കണ്ണ് ഇമ്പക്ക് പുറകിൽ വേണ്ടാണ്. അവന്മാരങ്ങനെ പറയും. എല്ലാവരും പറയണ കാര്യ, സഹിക്കാനല്ല അച്ഛ കുഴപ്പം, ഒറ്റയ്ക്കാണ് ജീവിതത്തിൽ. ഒറ്റയ്ക്ക ഒരു ക്രിസ്ത്യാനിക്ക് ഒരിക്കലും പറയാൻ പാടില്ലാത്തൊരു കാര്യം അത്. പലരും പറയും, എല്ലാവരിൽ നിന്നും ഞാൻ കുടിയിറക്കപ്പെട്ടവനാ, എനിക്ക് കയറിക്കിടക്കാൻ ഒരു സ്ഥലമില്ല, വീട്ടിൽ ആരും എന്നെ അംഗീകരിക്കണില്ല, കൂടപ്പിറപ്പുകൾ മനസ്സിലാക്കണില്ല, ജീവിത പങ്കാളി ഉൾക്കൊള്ളണില്ല, എൻ്റെ ജീവിതത്തിന്റെ വേദനകളിൽ ഞാൻ വല്ലാണ്ട് ഒറ്റപ്പെട്ടു പോവാ. ക്രിസ്തുവിന്റെ മക്കള് ഒരിക്കലും അത് പറയരുത്. കാരണം അച്ഛൻ പറയാം, കർത്താവിൻ്റെ കുരിശു രൂപം നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. കർത്താവിൻ്റെ കുരിശ് തൂങ്ങപ്പെട്ട രൂപം നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്, എവിടെയെങ്കിലും കണ്ടിട്ടുണ്ട്.
കർത്താവിന്റെ കുരിശിന്റെ മുൻവശത്ത് നിന്നുകൊണ്ട നമ്മൾ ക്രിസ്തുവിന്റെ കുരിശിലേക്ക് നോക്കുക. എന്നിട്ട് പറയും, കർത്താവേ ഇവിടെ തന്നെ കിടന്നോളൂട്ടാ, നാളെയും വരും ഞാൻ തൊട്ടുമുത്താൻ, എങ്ങും പോയേക്കരുത്, എനിക്കിതൊരു സുഖ തൊട്ടുമുത്തണത്. കർത്താവിന്റെ കുരിശിന്റെ മുമ്പിന് നിന്നുകൊണ്ടാ നമ്മളൊക്കെ നോക്കാറുള്ളത്. എൻ്റെ വാത്സല്യമുള്ളവരെ, എന്നെങ്കിലും ഒരു ദിവസം, ഇന്ന് തന്നെ പറ്റണമെങ്കിൽ എവിടെയെങ്കിലും ഒരു കുരിശ് രൂപം കിട്ടിയ വീട്ടിൽ ചെന്നിട്ടായാലും ഒന്ന് എടുത്ത് മറച്ചു പിടിച്ച് നോക്കണം. കർത്താവിന്റെ കുരിശை ഒന്ന് തിരിച്ചു പിടിച്ച് നോക്കണം. അതിൻ്റെ പുറകിലൊരു സാധനമുണ്ട്. ക്രിസ്തുവിന്റെ കുരിശിന്റെ മറുവശത്ത് ഒരു സംഗതിയുണ്ട്. 2-1-3 ആണിയല്ല, നിങ്ങൾക്കറിയാം, 2-1-3 ആണിയല്ല. ക്രിസ്തുവിന്റെ കുരിശിന്റെ പിന്നാമ്പുറം മറുവശം ഒഴിഞ്ഞു കിടക്കുക. ഇറ്റ്സ് എംപ്റ്റി. അത് ഒഴിഞ്ഞു കിടക്കുക. അതെന്തിനാന്ന് മക്കൾക്കറിയോ? നിനക്ക് കയറി കിടക്കാനുള്ള സ്ഥലമാണ്, ഓൺ പ്രോപ്പർട്ടി. സ്വർണം തരാന്ന് പറഞ്ഞാലും ഞാൻ കൊടുക്കൂല. ഞാൻ എൻ്റെ കർത്താവിനോട് ചോദിക്കാറുണ്ട്, ഞാൻ എന്തുകൊണ്ടാണ് നിന്നെ ഇങ്ങനെ സ്നേഹിക്കണേന്ന് നിനക്കറിയൂ? നീ ബത്ലഹേമിൽ ദരിദ്രനായി ജനിച്ചത് കൊണ്ടൊന്നുമല്ല, നീ അടിപൊളി പ്രസംഗങ്ങൾ നടത്തിയത് കൊണ്ടല്ല, നീ കടലിന് മീതെ നടന്നത് കൊണ്ടോ, നീ 5 അപ്പം അമ്മാനം കളിച്ച് 5000 ആക്കിയത് കൊണ്ടോ, കുഷ്ഠരോഗിക്കോ അന്ധനോ ബധിരനോ സൗഖ്യം കൊടുത്തത് കൊണ്ടോ ഒന്നുമല്ല. ഞാൻ നിന്നെ സ്നേഹിക്കണം എന്താന്ന് നിനക്കറിയൂ? നീ ഗത്സമനിയിൽ രക്തം വിയർത്തത് കൊണ്ടോ, നീ ചമ്മട്ടിയടിയേറ്റത് കൊണ്ടോ, മുൾക്കിരീടം ധരിച്ചത് കൊണ്ടോ, വിശുദ്ധ കുരിശിൽ പെട്ടഞ്ഞ് മരിച്ചത് കൊണ്ടോ അല്ല ഞാൻ നിന്നെ സ്നേഹിക്കണത്. ഞാൻ നിന്നെ സ്നേഹിക്കണതിന് പരമവും പ്രധാനവുമായ ഒരു കാരണമുണ്ട് എൻ്റെ ഗുരു. വിശുദ്ധ കുരിശിൽ പെടഞ്ഞ് മരിക്കണ നേരത്തും ഈ പാവത്തിന് കയറിക്കിടക്കാൻ നിന്റെ വിശുദ്ധ കുരിശിന്റെ മറുവശത്ത് നീ ഒരിത്തിരി സ്ഥലം ബാക്കി വെച്ചു. ആൻഡ് ഐ ലവ് യു. എനിക്ക് നിന്നെ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഈശോയോട് ചോദിക്കും, കർത്താവേ, നീ കട്ടുമ്മ കിടന്നെങ്ങാനാ മരിച്ചെങ്കിൽ എൻ്റെ കാര്യം എന്തായി തീർന്നേൻ? ഞാൻ എപ്പോഴാ പോയി കിടക്കും? നീ എന്തൊരു ഡീസന്റ്. വിശുദ്ധ കുരിശിന്റെ മറുവശത്ത് എനിക്കൊരിത്തിരി സ്ഥലമുണ്ട് എന്ന ചിന്ത എന്നെ വല്ലാണ്ട് ആശ്വസിപ്പിക്കാറുണ്ട്. കർത്താവിന്റെ കുരിശിന്റെ മറുവശം എൻ്റെ സ്വന്തമാണ്. കറക്റ്റ് അളവില കർത്താവ് പണിത് വെച്ചേക്കണേ. എൻ്റെ ജീവിത ക്ലേശങ്ങൾ എന്നെ കുരിശി തറയ്ക്കുമ്പോ, എൻ്റെ ജീവിതത്തിന്റെ കഷ്ടപ്പാടുകൾ എൻ്റെ കൈത്തണ്ടയിൽ ആണിയടിക്കുമ്പോ, എൻ്റെ ജീവിത കുരിശിൽ കിടന്ന് വലിയ വായിൽ ഞാൻ നിലവിളിക്കുമ്പോ, സത്യം തൊട്ടപ്പുറത്ത് നിന്ന് ഞാൻ കേട്ടിട്ടുണ്ട്, ഒന്നും മിണ്ടാണ്ട് കിടക്കറവിടെ. അവൻ പറയണതാ ഇഷ്ടമല്ലാണ്ട്. അവൻ പറയും, കർത്താവ് പറയും, ഒന്നും മിണ്ടാണ്ട് കിടക്കവിടെ, ഞാൻ ഇവിടെ ഒന്ന് കിടന്നോട്ടെ. പിന്നെ നമ്മൾ ഹാപ്പിയാ, അപ്പുറത്ത് ഇവിടെ ആളുണ്ടില്ല, അപ്പുറത്ത് നമ്മുടെ ആളുണ്ടില്ല. ഞാൻ കരയണതിന് മുമ്പ് അവന്റെ കണ്ണില് നീരുണ്ടത്രേ, ഉറപ്പ്. ഞാൻ കരയണതിന് മുമ്പ് അവന്റെ കണ്ണില് കണ്ണീരുണ്ട്. ഞാൻ നിലവിളിക്കണതിന് മുമ്പ് അവന്റെ ചുണ്ട് വിതുമ്പിയിട്ടുണ്ട്. എൻ്റെ കണ്ണീരൊരു തുള്ളി പോലും കളയാണ്ട് കുപ്പിയിലൊന്നുമല്ല, അവൻ കൈവെള്ളയിൽ എടുത്തു വെച്ചിട്ടുണ്ട്. എന്തിനാന്നോ? എൻ്റെ പ്രിയപ്പെട്ടവരുടെ തലയ്ക്ക് പുറത്ത് കൃപയുടെ അനുഗ്രഹത്തിന്റെ മഴ പെയ്യിക്കാൻ. ഐ ജസ്റ്റ് ഡോണ്ട് മൈൻഡ്. കരയാനൊരു മടിയില്ലാട്ടാ. എൻ്റെ കർത്താവിന്റെ കുരിശിന്റെ മറുവശം എൻ്റെ അവകാശമാണ്. എൻ്റെ ജീവിത ക്ലേശങ്ങളുടെ വഴിയിൽ അവന്റെ കുരിശിന്റെ പിന്നാമ്പുറം എനിക്ക് ബലമാണ്. എൻ്റെ ജീവിത കുരിശിന്റെ അപ്പുറത്ത് എൻ്റെ ഗുരുവുണ്ട്. ഞാൻ കരയണതിന് മുമ്പ് അവന്റെ കണ്ണിൽ കണ്ണീര്, ഞാൻ നിലവിളിക്കുന്നതിന് മുമ്പ് അവൻ വിതുമ്പുന്നവൻ. എൻ്റെ കണ്ണീർ അത്രയും കൈക്കുമ്പിളിൽ എടുത്ത് പിടിച്ച് എൻ്റെ പ്രിയപ്പെട്ടവരുടെ തലയ്ക്ക് പുറത്ത് കൃപയുടെ മഴ പെയ്യിക്കാൻ മനസ്സുള്ള എൻ്റെ ഗുരു, എൻ്റെ കർത്താവ്, എൻ്റെ ദൈവം. പിന്നെ കരയാൻ ഞാൻ മടിക്കണത് എന്തിനാ? ഐ ജസ്റ്റ് ഡോണ്ട് മൈൻഡ്. നോമ്പുകാലം അനുഗ്രഹകാലമാണ്. പ്രിയപ്പെട്ടവർക്ക് വേണ്ടി വേദനിക്കാൻ. എൻ്റെ കർത്താവിൻ്റെ ശരീരത്തിന്റെ മുറിവുകളാണ് എന്നെ സൗഖ്യപ്പെടുത്തിയത്. അവന്റെ കണ്ണീരാണ് എൻ്റെ മനസ്സിനെ സന്തോഷിപ്പിച്ചത്. അവന്റെ ശരീരത്തിന്റെ വൈകൃതങ്ങളാണ് എൻ്റെ ആത്മാവിന് സൗന്ദര്യം പകർന്നത്.
എൻ്റെ കർത്താവിൻ്റെ കുരിശിൻ്റെ കഷ്ടപ്പാടുകൾ എൻ്റെ ജീവിതത്തെ വീണ്ടെടുത്തു എന്ന സത്യം ഞാൻ തിരിച്ചറിയണം. അവൻ്റെ സഹനത്തിൻ്റെ വഴിയെ നടക്കുമ്പോൾ എൻ്റെ ജീവിത ക്ലേശങ്ങൾക്ക് അർത്ഥമുണ്ട്, എൻ്റെ കഷ്ടപ്പാടുകൾക്ക് മൂല്യമുണ്ട്, എൻ്റെ നോമ്പാനുഷ്ഠാനത്തിന് അർത്ഥവത്തായ ഒരു സമാപ്തിയുണ്ട്. എൻ്റെ വാത്സല്യമുള്ളവരെ, ജീവിതത്തിൻ്റെ വേദനകൾ അത്രയും സന്തോഷത്തോടെ സ്വീകരിക്കാൻ ശക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ധ്യാനം കൂടാൻ പോണവർ പറയും, അച്ഛാ വരങ്ങൾ 3-4 തടഞ്ഞാൽ കൊള്ളാം. ദർശനവരുണ്ട്, ഭാഷാവരുണ്ട്, രോഗശാന്തി വരമുണ്ട്, പിന്നെന്തുവാ മധ്യസ്ഥ പ്രാർത്ഥന വരമുണ്ട്, പലതുണ്ട്. ഈ ബ്രാൻഡുമൊക്കെയാണ് എല്ലാവർക്കും കണ്ണ്. ഒരു ഗംഭീര വരം കർത്താവിൻ്റെ ഉണ്ട്, സഹനത്തിൻ്റെ വരം എന്ന് പറയും, കുരിശിൻ്റെ വരം. അത് കിട്ടണവര് ഭാഗ്യവാന്മാരും ഭാഗ്യവതികളുമാ. പ്രിയപ്പെട്ടവർക്ക് വേണ്ടി സഹിക്കാൻ, കർത്താവിനെ പ്രതി കുടുംബത്തിന് വേണ്ടി ത്യാഗം ചെയ്യാൻ, അനുദിന ജീവിത ക്ലേശങ്ങളുടെ അർത്ഥഭംഗി തിരിച്ചറിഞ്ഞ് സന്തോഷത്തോടെ വിശുദ്ധ കുരിശിനെ പൊത്തിപ്പിടിക്കാൻ. ഓർക്കണം, കർത്താവിൻ്റെ കുരിശിനെ പുൽകുന്നവർക്ക് അവൻ്റെ വ്രണിതമായ ശരീരത്തെ തൊടാതിരിക്കാൻ പറ്റില്ല. കർത്താവിൻ്റെ കുരിശിനെ പൊത്തിപ്പിടിക്കണവർക്ക് അവൻ്റെ മുറിവേറ്റ പാദങ്ങളെ അവഗണിക്കാൻ പറ്റില്ല. ക്രൂശിതൻ നിന്റെ ജീവിതത്തിൻ്റെ മുമ്പിൽ വയ്ക്കുന്ന ജീവിതത്തിൻ്റെ മനോഹരമായ സന്ദേശമാണിത്. സഹനത്തിൻ്റെ, ത്യാഗത്തിൻ്റെ ഊടുവഴികളും പെരുവഴികളും താണ്ടാൻ ദൈവത്തിൻ്റെ കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഈ നോമ്പുകാലം അനുഗ്രഹത്തിൻ്റെതാവട്ടെ. മനോഹരമായ പാട്ട് പുസ്തകത്തിലുണ്ട്, പ്രിയപ്പെട്ട അച്ഛൻ പാടുമെന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട്. ദുഃഖത്തിൻ്റെ വാനപാത്രം കർത്താവ് എൻ്റെ കയ്യിൽ തന്നാൽ സന്തോഷത്തോടെ വാങ്ങി ഞാൻ അവന് ഹല്ലേലൂയ പാടും. പ്രൊവൈഡഡ്, എൻ്റെ തമ്പുരാൻ എൻ്റെ കുടുംബത്തെ, എൻ്റെ പ്രിയപ്പെട്ടവരെ അനുഗ്രഹിക്കും. എൻ്റെ ജീവിതത്തിൻ്റെ കഷ്ടപ്പാടുകളൊക്കെ അവൻ കുറിച്ചു വെക്കും, ഒന്നും അവൻ നഷ്ടപ്പെടുത്തി കളയില്ല. കർത്താവിൻ്റെ സഹനത്തിൻ്റെ വഴിയെ ചരിപ്പാൻ നിങ്ങൾക്ക് കൃപ കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കണം.